السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين. واصبر فإن الله لا يضيع أجر المحسنين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال نبيكم صلى الله عليه وسلم: لكل شيء آفة وآفة الدين ترك الصلاة. صدق شفيعنا رسول الله صلى الله عليه وسلم: يا أكرم الخلق ويا من يفتقر كل إليه لجاهه يوم الحشر. لا تنسني إذ ذاك في تلك الضرر قد جئت بابك راجيا نيل الظفر. بنوالكم يا مصطفى لا ينكسر قلبي بعودي خائبا مع من خسر. لو جاء إلى الكرماء من يشكو العسر بالافتقار فلا يعود بلا يسر. هل من كريم مثلكم في من غبر أو من يجي لا وحق المقتدر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. സമാദരണീയരായ സയ്യിദുമാർ, ഉലമാക്കൾ, ഉസ്താദുമാർ, മഹല്ല് ജമാഅത്തിൻ്റെയും ഉറൂസ് മുബാറക്കിൻ്റെയും നേതൃത്വം വഹിക്കുന്ന നേതാക്കൾ, നമ്മുടെ നാട്ടിലും വിദേശത്തും ദീനീ ഖിദ്മകൾക്ക് നേതൃത്വം നൽകുന്ന കാരണവന്മാർ, നേതാക്കൾ, മുത്തഅല്ലിംകൾ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ വർഷത്തെ ഉറൂസ് മുബാറക്കിൻ്റെ അവസാനത്തെ രാത്രിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നാളെ പകലിൽ നടക്കുന്ന മജ്‌ലിസുകളോടുകൂടെ ഉറൂസ് മുബാറക്കിന് സമാപനമാകും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഗ്‌രിബിന് ശേഷം ഈ പ്രദേശത്ത് വ്യത്യസ്ത വിഷയങ്ങളിൽ ഒരുപാട് പണ്ഡിതന്മാർ, ഉസ്താദുമാർ സംസാരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഇതുപോലെയുള്ള സദസ്സുകൾ. ഇൽമ് പഠിക്കാനും പറയാനും കേൾക്കാനും വലിയ വലിയ സാദാത്തുക്കളും ഉലമാക്കളും ഒക്കെ വരുമ്പോൾ അവരോടൊപ്പം ദുആയിൽ സംബന്ധിക്കാനും
വലിയൊരു അവസരമാണ് നമുക്ക് ഈ ലഭിച്ചതൊക്കെ. ബഹുമാന്യരായ ബദറു സാദാത്ത് തങ്ങൾ ഉസ്താദ് നമ്മുടെ ഉറൂസിൽ സംബന്ധിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് എത്തിച്ചേരും. ഒരുപാട് ദീനീ ഖിദ്മത്തുകൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉലമാക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ദീനിന്റെ ഖിദ്മത്ത് നാം എല്ലാവരും മുഖ്യമായി കാണേണ്ട ഒരു വിഷയമാണ്. എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ പ്രദേശത്തും പരിസരങ്ങളിലുമൊക്കെ ഉറൂസിന്റെ കാലമാണ്. ഈ റജബും ഷഅബാനും എല്ലാ ദിവസങ്ങളിലും ഉറൂസില്ലാത്തൊരു ദിവസം കാണില്ല. ആ മഹാരഥന്മാരെ അനുസ്മരിക്കുകയും അവരെ പേരിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ദുനിയാവിൽ അവർ ഏറ്റവും കൂടുതൽ സ്ഥാനം കൽപ്പിച്ചതും ജനങ്ങളെ പ്രേരിപ്പിച്ചതും ആളുകളെ ആകർഷിപ്പിച്ചതും അള്ളാഹുവിൻ്റെ ദീനിലേക്കാണ്. അവരുടെ ജീവിതത്തിലൂടെ അവർ വരച്ചു കാണിച്ചത് പരിശുദ്ധ ദീനാണ്. ദീനിന്റെ സ്വഭാവം, ദീനിന്റെ ശൈലി, ദീനിലെ വിശ്വാസ ആചാര കർമാനുഷ്ഠാനങ്ങൾ, ആത്മീയ ഭാവങ്ങൾ, ഇതെല്ലാം അവരുടെ ജീവിതത്തിലൂടെ വളരെ കൃത്യമായി അവർ വരച്ചു കാണിച്ചു. ദീൻ അത്രയും ഉൾക്കൊണ്ട് അനുഷ്ഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നും ജനങ്ങൾക്കിടയിൽ മറക്കാത്ത മഹാന്മാരായി അല്ലാഹു തആല അവരെ ഉറപ്പിച്ചു നിർത്തി. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, ശുഹദാക്കൾക്കിടയിൽ ആർക്കും ഇല്ലാത്ത ഒരു സ്ഥാനം ബദരീങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്താ അതിന് കാരണം? ബദരീങ്ങൾ പരിശുദ്ധമായ ദീനിന് വേണ്ടി അധ്വാനിച്ചതുപോലെ അധ്വാനിച്ച ശുഹദാക്കളെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല. പരിമിതമായ സൗകര്യങ്ങളിലും സംവിധാനങ്ങളിലും ഏറ്റവും ഹൃദ്യമായി അവർ സ്വീകരിച്ചത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനാണ്. ദീനിന് വേണ്ടി എന്തും സമർപ്പിക്കാൻ അവർ സന്നദ്ധരായി. നല്ല സൗകര്യങ്ങളിലും സംവിധാനങ്ങളിലും ജീവിച്ചിരുന്ന മദീന നിവാസികളായ അൻസ്വാറുകളാണ് ബദരീങ്ങളിൽ ഏറ്റവും അധികം ഉള്ളത്, മുഹാജിറുകളല്ല. പക്ഷെ അവർക്ക് ഒട്ടും ഒരു ചെറിയ ഒരു മടി പോലും ആ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ശത്രുക്കളെ മുന്നിലേക്ക് ആദ്യമായി ചെന്നത് മുഹാജിറുകളല്ല, അൻസാറുകളാണ്. അപ്പുറത്ത് അബൂജഹലും ഉത്ബയും ഷൈബയും വലീദുമൊക്കെ ഒരുങ്ങി തയ്യാറായി നിൽക്കുമ്പോ എത്ര പെട്ടെന്ന് സജീവമായിട്ടാണ് മുന്നോട്ട് നീങ്ങിയത് അൻസാറുകളിൽപ്പെട്ട സ്വഹാബിമാര്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയ പിന്തുണയാണ് ആ മഹാന്മാർ നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കച്ചവട സംഘത്തെ മക്കയിലേക്ക് എത്തിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വേറെ ഒരു സംഘം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്ത കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ വന്നിരിക്കുന്ന മഹാന്മാരായ സ്വഹാബിമാരുടെ പ്രതികരണം അറിയാൻ വേണ്ടി ഒരല്പനേരം മൗനം പാലിച്ചപ്പോൾ ആദ്യമായി അൻസാറുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളൊരു നിലക്കും വിഷമിക്കേണ്ടതില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. യഥേഷ്ടം കട്ടിത്തേനും കാടപ്പക്ഷിയും ഭക്ഷണം കഴിച്ച് ശരീരത്തിന് നല്ല ആരോഗ്യവും ആവേശവും ഉന്മേഷവും ഒക്കെ ഉണ്ടാക്കിയെടുത്തൊരു വിഭാഗം. ജലാശയങ്ങൾക്ക് യാതൊരു കുറവുമില്ല. 12 അരുവികൾ അല്ലാഹു തആല ഒരുക്കി കൊടുത്തു. ഒരു ചെലവും അവർക്കില്ല. ഭക്ഷണത്തിനൊരു കാശും കൊടുക്കേണ്ടതില്ല. സമയമാകുമ്പോൾ ഒന്ന് കൈ കഴുകിയിരുന്നാൽ മതി. അത്രയും വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ നൽകി ജീവിതം അല്ലാഹു തആല സുരക്ഷിതമാക്കി കൊടുത്തപ്പോ പരിശുദ്ധ ദീനിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി അവരെ വിളിച്ചപ്പോൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ പറഞ്ഞത്, മൂസാ നബിയെ, ആ നാട്ടിലേക്ക് പോരാട്ടത്തിന് വേണ്ടി ഞങ്ങളെ വിളിക്കരുത്.
നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാനും മറ്റൊക്കെ റെഡിയാണ്. പക്ഷേ അവിടെ സ്വേച്ഛാധിപതികളായ കുറച്ച് വിഭാഗം ആളുകളുണ്ട്, അവരോട് പോരാടാൻ ഞങ്ങളില്ല. അതിന് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹുനാ ഖാഇദൂൻ, നിങ്ങളും നിങ്ങളെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, വിശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു വർത്തമാനം ഞങ്ങൾ പറയൂല നബിയെ. അൻസാറുകൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങൾ പറയൂല, ഞങ്ങൾ വിശുദ്ധ ദീനിന്റെ ഖിദ്മത്തിന് തങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അർപ്പിക്കും. ഞങ്ങൾ പറയുന്ന ഭാഷ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകും മുഖാതിലൂൻ. നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്, റബ്ബ് ഞങ്ങളോട് കൽപ്പിക്കുന്നത് ശത്രുക്കളോട് സമരം ചെയ്യാനും പോരാടാനുമാണോ? ഞങ്ങൾ സധൈര്യം അതിന് സജ്ജരായി മുന്നോട്ട് നിൽക്കും. ഒരിഞ്ച് പോലും ഞങ്ങൾ പിറകോട്ട് പോകില്ല. അതൊരു വെറും വാക്ക് പറഞ്ഞതല്ല, ഭംഗി വാക്ക് പറഞ്ഞതല്ല സഹോദരങ്ങളെ, താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞതും അല്ല. പോരാട്ടത്തിന് വെല്ലുവിളി ഉയർന്നപ്പോ ആദ്യമായി മുന്നോട്ട് നീങ്ങിയത് അൻസാറുകളാണ്. പക്ഷേ അബൂജഹൽ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ നല്ല ആളുകളാണ്, നിങ്ങൾ മദീനക്കാരാണ്, ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളെ നാട്ടുകാരെയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹാജിറുകളെ പേര് വിളിച്ച് അങ്ങോട്ട് അയച്ചത്. ബദരീങ്ങളെ ഒന്ന് എണ്ണി നോക്കൂ, ഏറ്റവും അധികമുള്ളത് അൻസാറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരത്തെ മക്കയിൽ വെച്ച് അവർ ഉടമ്പടി ചെയ്തത് മദീനയിൽ വെച്ച് എന്ത് സഹായവും ചെയ്തു തരാമെന്നാണ്. ദീനിന്റെ ഖിദ്മത്തിനും പ്രചരണത്തിനും വേണ്ടി എന്തും ഞങ്ങൾ ചെയ്തു തരാം, ഞങ്ങളെ ശരീരം തരാം, കുടുംബം വിട്ടു തരാം, സമ്പത്ത് തരാം, വീട് തരാം, എന്തും തരാം. ഇത് മദീനക്ക് പുറത്താണ്. പക്ഷേ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള ഖിദ്മത്തായപ്പോ ഒരിറ്റു പോലും പിറകോട്ട് നിൽക്കാതെ വളരെ ശക്തമായി അവർ മുന്നോട്ട് നീങ്ങി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ പിന്തുണ നൽകി, സമാധാനം നൽകി. എന്ത് വേണമോ തങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ ഒരുക്കമാണ്, ഞങ്ങൾ മുന്നോട്ട് നിൽക്കാൻ ഒരുക്കമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനാണ്. മഹാനവർകൾ പറഞ്ഞു, ഞാനൊരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ രണ്ട് ഭാഗത്തും വന്ന് രണ്ട് ചെറുപ്പക്കാരെന്നെ തോണ്ടി ഒന്ന് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, ഈ അബൂജഹൽ എന്ന് പറയുന്ന ആള് ആരാണ്? ഞാൻ നോക്കുമ്പോ അവര് മദീനക്കാരാണ് എന്നെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മുഅവ്വിദ് മുആദ് റളിയല്ലാഹു അൻഹുമാ, എന്റെ ചെറുപ്പക്കാരായ രണ്ട് ചെറുപ്പക്കാരെന്നെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ചോദിക്കുന്നു, അബൂജഹൽ എന്ന് പറയുന്നത് ആരാണ്? അവർ അബൂജഹലിനെ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ട ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഈ രണ്ട് ചെറിയ ചെറുപ്പക്കാര് അബൂജഹൽ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ എന്ത് ചെയ്യാനാണ്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു, അബൂജഹൽ എന്ന് പറയുന്ന വ്യക്തി അതാ ആ കാണുന്ന ആളാണ്. കണ്ടില്ലേ നിങ്ങൾ നല്ല വാഹനപ്പുറത്ത് മുന്നോട്ട് കുതിക്കുന്നത്, അദ്ദേഹമാണ് അബൂജഹൽ. അത് പറഞ്ഞ് തീരേണ്ട താമസം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ രണ്ട് ചെറുപ്പക്കാരും മുന്നോട്ടങ്ങ് കുതിച്ചുകൊണ്ട് അബൂജഹലിന്റെ രണ്ട് ഭാഗത്തേക്ക് ആഞ്ഞു വെട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വാന ബൈനൽ ജബലൈനിൽ അദീമൈൻ, ഞാൻ രണ്ട് വലിയ പർവ്വതങ്ങൾക്ക് നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. സാധാരണ ഒരു സ്ഥലത്തല്ല ഞാൻ ഉള്ളത്, രണ്ട് പർവ്വതങ്ങൾക്ക് നടുവിലാണ്. എത്ര പെട്ടെന്നാണ് സഹോദരങ്ങളെ അബൂജഹലിനെ മനസ്സിലാക്കിയപ്പോൾ അവർ പ്രതിരോധിച്ചത്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ആ വലിയ പിന്തുണയും ആ വലിയ സഹായവും ആ വലിയ സന്നദ്ധതയും ബദരീങ്ങൾക്ക് ഏറ്റവും വലിയ മഹത്വമല്ലേ അള്ളാഹു നൽകിയത്? ചരിത്രത്തിൽ ഒരു മഹാനുഭാവനും അള്ളാഹു നൽകാത്ത മഹത്വം ബദരീങ്ങൾക്ക് അള്ളാഹു നൽകിയില്ലേ? എന്താണത്? മലക്കുകളെ ഇറക്കിക്കൊടുത്തുകൊണ്ടുള്ള സഹായം. നേരത്തെ ഏതെങ്കിലും നബിക്ക് ഇതുപോലെ പോരാട്ടത്തിന് മലക്കുകൾ അള്ളാഹു ഇറക്കി കൊടുത്തിരുന്നോ? ഇല്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു പതിവില്ലെന്ന് അള്ളാഹു പറയുന്നുണ്ട്. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുന്ദിൻ മിനസ് സമാഇ വമാ കുന്നാ മുൻസിലീൻ. യാസീൻ സൂറയിൽ നമ്മൾ ഓതാറുണ്ട്, ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ നിർദാക്ഷിണ്യം വധിച്ച സമൂഹം, ആ സമൂഹത്തെ നശിപ്പിക്കാൻ മേൽഭാഗത്തുനിന്ന് നമ്മൾ സൈന്യത്തെ ഇറക്കിയിട്ടില്ല. അങ്ങനെ ഇറക്കുന്ന ഒരു പതിവും നമുക്കില്ല. അവിടെ മഹാന്മാരായ ഖുർആൻ മുഫസ്സിറുകൾ പറയുന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല ആ പതിവിന് വിപരീതമായി അല്ലാഹു തആല ആദ്യമായി അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുത്തത് ബദരീങ്ങൾക്കാണ്. ഇത് തസ്തഗീസൂന റബ്ബക്കും
ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. റബ്ബിനോട് നിങ്ങൾ സഹായം തേടിയപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ആയിരം മലക്കുകളെ ഇങ്ങനെ ഇറക്കിയിട്ട് തുടരെ ഇറക്കിയിട്ട് അല്ലാഹു നിങ്ങളെ സഹായിച്ചു. വലിയൊരു ബഹുമാനമാണ് നൽകിയത്. അതേ, ചെറിയൊരു കൂട്ടം ആളുകള് അത്രയും മനോവീര്യത്തോടെ പരിശുദ്ധ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെക്കാൾ എത്രയോ 10 മടങ്ങ് ശക്തിയുള്ള, നല്ല സന്നദ്ധതയുള്ള, നല്ല ഊക്കുള്ള മലക്കുകളെ ഇറക്കി കൊടുത്തിട്ടല്ലേ വലിയ സഹായം ചെയ്തത്. ചെറിയ സമാധാനമല്ലല്ലോ ആ നൽകിയത്, വലിയ സംരക്ഷണമല്ലേ ആ നൽകിയത്, വലിയ സഹായമാണ് അല്ലാഹു തആല നൽകിയത്. ഒരൊറ്റ നബിക്കും ഇതുവരെ നൽകിയിട്ടില്ലാത്തൊരു സഹായം. ഈ സഹായത്തിന്റെ പിന്നിലുള്ള വിഷയമാണ് നമ്മൾ പഠിക്കേണ്ടത്. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള മുന്നൊരുക്കമാണത്. വിശുദ്ധ ദീനിന് വേണ്ടിയാണ് അവർ ശരീരവും സമ്പത്തും മുഴുവനും സന്നദ്ധതയോടെ മുന്നോട്ട് നീങ്ങിയത്. ഭൗതികതയ്ക്ക് വേണ്ടിയല്ല, ദുനിയാവിലെ എന്തെങ്കിലും നിലനിൽപ്പിന് വേണ്ടിയോ സ്ഥാനമാനത്തിന് വേണ്ടിയോ എന്തെങ്കിലും സൗകര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി മുന്നോട്ട് നീങ്ങിയപ്പോ എത്ര സ്ഥലങ്ങളിലാണ് പരിശുദ്ധ ഖുർആനിൽ ബദരീങ്ങളുടെ സംഭവം അല്ലാഹു തആല വിവരിക്കുന്നത്. ഒരു സ്ഥലത്ത് മാത്രം വിവരിച്ച് അല്ലാഹു നിർത്തിയിട്ടുണ്ടോ? ഇല്ല. വിവിധ സ്ഥലങ്ങളിലല്ലേ അവരെ മഹത്വം അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്. ആലു ഇംറാൻ സൂറത്തിൽ പറഞ്ഞു നിർത്തിയോ? ഇല്ല. അൽ ബഖറ സൂറത്തിൽ പറഞ്ഞു നിർത്തിയോ? ഇല്ല. അംഫാൽ സൂറത്തിൽ പറഞ്ഞു മതിയാക്കിയോ? ഇല്ല. എത്ര സ്ഥലങ്ങളിലാണ് സഹോദരങ്ങളെ അവരുടെ മഹത്വങ്ങളും അവർക്ക് നൽകിയ ബഹുമാനങ്ങളും അല്ലാഹു തആല പറയുന്നത്. ശുഹദാക്കളിൽ ആർക്കും ഇല്ലാത്തൊരു ഇടം, ബഹുമാനം ബദരീങ്ങൾക്ക് അല്ലാഹു നൽകാനുള്ള കാരണം പരിശുദ്ധ ദീനിന് വേണ്ടി അവര് നയിച്ച വിപ്ലവവും അവര് മുന്നോട്ട് നിന്നതും ആ രൂപത്തിലാണ്. ചെറിയ ഒരു രൂപമായി അവരെ കണ്ടാൽ പോരാ. അതുകൊണ്ടാണ് ബദരീങ്ങൾക്ക് അത്രയും വലിയൊരു ബഹുമാനം മഹാന്മാരായ സ്വഹാബത്തിനിടയിലും വേറിട്ട രീതിയിൽ തന്നെ ഉണ്ടായത്. എല്ലാവരും പിൽക്കാലത്ത് ബഹുമാനിച്ചിരുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ മഹാന്മാര് നമുക്ക് നൽകിയ ഏറ്റവും വലിയ മേൽവിലാസം പരിശുദ്ധമായ ദീനാണ്. ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്നതിനും മക്കളെയും കുടുംബത്തെയും അതിനുവേണ്ടി സജ്ജീകരിക്കുന്നതിനും അലസന്മാരായി മാറരുത്, മടിയന്മാരായി മാറരുത്. അള്ളാഹുവിന്റെ ദീന് നമ്മുടെ സ്വന്തത്തിലൂടെ നിലനിർത്തണം, കുടുംബത്തിലൂടെ പ്രകാശിപ്പിക്കണം, സന്താന പരമ്പരകളിലൂടെ വിശുദ്ധ ദീനിന് വേണ്ടിയുള്ള സേവനങ്ങൾ അർപ്പിക്കണം. അതിനുവേണ്ടി സാമ്പത്തികമായും ശാരീരികമായും സാമൂഹികമായും വേണ്ട എല്ലാ ഒത്താശകളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ദീനീ ഖിദ്മത്തിന്റെ രംഗത്ത് കുറവുണ്ടാകരുത്. ദീനീ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോ നമ്മുടെ വിഷയങ്ങളൊക്കെ അല്ലാഹു തആല ഏറ്റെടുത്ത് പരിഹരിക്കും. അതുകൂടി നമ്മൾ മറക്കരുത്. ഭൗതികമായി പല പ്രശ്നങ്ങളും ഇല്ലേ പലർക്കും. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം ദീനിന് വേണ്ടി ആത്മാർത്ഥമായുള്ള സേവനമാണ്. കണ്ടില്ലേ നിങ്ങൾ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവന്നൊരു ഹദീസ്. ദീനിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് ഭൗതിക ലോകത്ത് അല്ലാഹു തആല വലിയ സഹായം നൽകിയിട്ട് വലിയൊരു പ്രശ്നമായി മാറിയിരുന്ന സാമ്പത്തിക രംഗത്തെ പ്രശ്നം അല്ലാഹു പരിഹരിച്ചു കൊടുത്തു. എന്റെ വക ഞാൻ പറയുന്നതല്ല. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹുൽ ബുഖാരിയിലെ വിവിധ സ്ഥലങ്ങളിൽ ആ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മഹാനവർകൾ അതിന് തലക്കെട്ട് നൽകിയത് അങ്ങനെയാണ്: അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തപ്പോ ദുനിയാവിലുള്ള പ്രശ്നങ്ങൾ, വിഷമങ്ങൾ അല്ലാഹു അത് മുഖേന പരിഹരിച്ചു കൊടുത്തു. എന്താണ് അവിടെ തെളിവ് കൊണ്ടുവന്നത്? ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദായ മഹാനാണ്. മഹാനവർകൾ ഉഹദിൽ ഷഹീദായി നേരെ പിറ്റേ ദിവസം കടക്കാർ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്തെത്തി. ജാബിറേ, നിങ്ങളെ ഉപ്പ ഞങ്ങൾക്ക് കടം തരാനുണ്ട്. ഓരോരുത്തരും കണക്ക് പറയുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, അല്ലാഹുവേ, ഞാൻ എന്ത് ചെയ്യാനാണ്? ഉപ്പയുടെ കടം വീട്ടാനാണ് കടക്കാർ വന്ന് ചോദിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയിട്ട് വിവരം പറഞ്ഞു. ഇന്നലെ ഉപ്പ ഷഹീദായി ശരിയാണ്, പക്ഷേ കടക്കാർ വീട്ടുമുറ്റത്തെത്തിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും അല്ലാഹുവിന്റെ റസൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉപ്പ ഷഹീദായതല്ലേ, കടക്കാരോട് കുറച്ചു തരാൻ വേണ്ടി പറയണം, കിട്ടാനുള്ള കടം കുറച്ചു തരാൻ വേണ്ടി പറയണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ട് കടക്കാരോട് പറഞ്ഞു, എന്റെ ഉപ്പ ഉഹദിൽ ഷഹീദായതാണ്. ഷഹീദാണെങ്കിലും ശരി, അല്ലാത്ത ആളാണെങ്കിലും ശരി, കടം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഷഹീദിന് എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുകൊടുത്താലും പുറത്തു കൊടുത്താലും കടം അതിൽ നിന്ന് ഒഴിവല്ലേ, ഒഴിവാണ്. യുകഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ, എല്ലാ പാപങ്ങളും ഷഹീദിന് പൊറുക്കപ്പെടും, ഇല്ല ദൈൻ, കടം ഒഴികെ. ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എല്ലാം പൊറുക്കപ്പെടും എന്ന് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം പോയി.
പിന്നെ ചോദിച്ച ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹദ്റത്തിൽ നിന്ന് ആ ഷഹീദിനൊക്കെ മാപ്പ് കിട്ടുന്ന ഇങ്ങനെ പോയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം രണ്ടാമത് വന്നിട്ട് പറഞ്ഞു, നബിയെ ചോദ്യകർത്താവിനെ ഒന്നുകൂടി വിളിച്ചിട്ട് പറയണം, യുകഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ ഇല്ല ദൈൻ. രണ്ടാമത്തെ മറുപടിയിൽ ഒന്ന് ഒഴിവാക്കി കൊടുത്തു, കടം ഒഴികെ ബാക്കിയൊക്കെ മാപ്പായി കൊടുക്കും. കടം കൊണ്ട് മാറ്റിവെച്ചു. കടം വലിയ ഒരു സംഗതി തന്നെയല്ലേ. അല്ലാഹു തആല കടബാധ്യതയുള്ള ആൾക്കാർ കടങ്ങളൊക്കെ അല്ലാഹു തആല വീട്ടി തരട്ടെ. വലിയ ഭാരിച്ച ചുമതലയുള്ള ആളുകൾ ഉണ്ടാകും. ദീനീ ഖിദ്മത്ത് നടത്തുന്ന രംഗത്ത് നമുക്കൊരു പക്ഷേ നമ്മുടെ വ്യക്തിപരമായും കുടുംബത്തിന്റെയും വിഷയമല്ലേ ഉണ്ടാകുള്ളൂ. ദീനീ ഖിദ്മത്ത് നടത്തുന്ന സ്ഥാപനങ്ങളിൽ മുത്താലിമുകൾക്കും മറ്റൊക്കെ ചെലവിന് വേണ്ടി വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ട് കടബാധ്യതയുള്ള എത്രയോ ആളുകൾ ഉണ്ടാകും. അള്ളാഹു വീട്ടി കൊടുക്കട്ടെ, നല്ല മാർഗങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. അവരെ മനസ്സിലുള്ള ഹമ്മ കൊമ്മ നമ്മളെ പോലെയല്ല, നമുക്കൊരു കുടുംബത്തിന്റെ ചിന്തിച്ചാൽ പോലെ. അവർക്ക് എന്തെല്ലാം വിഷയങ്ങൾ ആലോചിക്കണം, ഇനി മുന്നോട്ടുള്ള വിഷയങ്ങളും ആലോചിക്കണ്ടേ, ചിന്തിക്കണ്ടേ. ചെറിയൊരു സംഗതിയൊന്നല്ലത്, ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ്. അള്ളാഹു അവർക്കൊക്കെ എളുപ്പ വഴികൾ തുറന്നു കൊടുക്കട്ടെ. അപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു പോയിട്ട് പറഞ്ഞു, ഇപ്പം നല്ല ഷഹീദായതല്ലേ, കുറച്ചൊന്ന്. കടക്കാര് പറഞ്ഞു, ഒരിറ്റ് കുറക്കൂല, ഞങ്ങൾക്ക് കിട്ടാനുള്ള ഞങ്ങൾക്ക് കിട്ടണം, അവരുടെ അവകാശമാണ്. തിരിച്ചു വന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, നബിയെ കടക്കാര് ഒരു ഇഞ്ച് ബാക്കോട്ടില്ല, കിട്ടാനുള്ളതൊക്കെ കിട്ടണം തന്നെ പറയുന്നത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ജാബിറെ കടം വീട്ടാ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് എന്ന് വെച്ചു. ഉപ്പ ഷഹീദായി, ശരിയാണ്. ഉപ്പ ഷഹീദായത് ആർക്ക് വേണ്ടിയാ? ദീനിന് വേണ്ടിയല്ലേ, ദീനിന് വേണ്ടിയാണ്. ദീനിന് വേണ്ടി ഷഹീദായ ഉപ്പാനെ കടം വീടണം. എന്താ വീട്ടാൻ മാർഗമുള്ളത്? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 9-10 മരങ്ങൾ, ഈത്തപ്പഴ മരങ്ങൾ പറിക്കാനായോ? ഓ, പറിക്കാനായിട്ടുണ്ട്. എന്നാ പേടിക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പഴം പറിക്കാൻ പറ്റുന്ന ഒരാളെയും കൂട്ടിയിട്ട് തോട്ടത്തിലേക്ക് പോയിക്കോ. ഓരോ മരത്തിൽ നിന്നും പറിക്കുന്നത് കൊട്ടയിലാക്കി ആ മരത്തിന്റെ ചുവട്ടിൽ അവിടെ വെക്കണം. മരത്തിന്റെ ചുവട്ടിൽ അവിടെ വെക്കണം. ഞാൻ വന്ന ശേഷമേ വിതരണം ചെയ്യാവൂ. ജാബിർ റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി. പിറ്റേ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരാളെയും കൂട്ടിപ്പോയി തോട്ടത്തിലുള്ള ഓരോ മരത്തിൽ നിന്നും കായ്കനികൾ പറിച്ചു, കൊട്ടയിലാക്കി ഓരോ മരത്തിന്റെ ചുവട്ടിലും വെച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞ് മദീന പള്ളിയിലെ ദർസും കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തോട്ടത്തിലേക്ക് അങ്ങ് ചെന്നു. തോട്ടത്തിൽ ചെന്നിട്ട് ഓരോ മരത്തിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഓരോ കൊട്ടയിലേക്കും നോക്കുന്നുണ്ട്, മരത്തിലേക്കും നോക്കുന്നുണ്ട്. ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ നടന്നു. 2-3 പ്രാവശ്യം ഇങ്ങനെ ഓരോ മരത്തിന്റെയും ചുവട്ടിലേക്ക് കൊട്ടയിലേക്ക് നോക്കിയിട്ട് തങ്ങളങ്ങനെ നടന്ന ശേഷം അതാ കൂടുതലുള്ള കൊട്ടയുടെ ഓരത്തവിടെ ഇരുന്നു. ഇരുന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഉദുലി അൽ ഖുറമാ, ജാബിറെ കടക്കാരോട് വരാൻ പറയൂ. എത്ര കടക്കാരുണ്ടെങ്കിലും എല്ലാവരെയും വിളിച്ചോളൂ. കടക്കാര് വരിവരിയായി വരുന്നു, ചോദിക്കുന്നു നിങ്ങൾക്ക് എത്ര തരാനുണ്ട്. കണക്ക് പറയുന്നു, എനിക്ക് 500 ദിർഹം. 500 ദിർഹമിന് ഇന്ന് മാർക്കറ്റിൽ എത്രയാണ്, എത്ര സ്വാണ് ഈത്തപ്പഴമുള്ളത്? ആ സ്വാഇന്റെ കണക്കനുസരിച്ച് ഈത്തപ്പഴം അത് ആ കൊട്ടയിൽ നിന്ന് കോരിക്കൊടുക്കുന്നു. രണ്ടാമത്തെ ആളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര? അദ്ദേഹം പറയുന്നു 800 ദിർഹം. മൂന്നാമത്തെ ആള് 1000 ദിർഹം. നാലാമത്തെ ആള് 1500 ദിർഹം. ഓരോരുത്തർക്കും ഒരേ കൊട്ടയിൽ നിന്ന്, ആ വലിയ കൊട്ടയിൽ നിന്ന് വാരിക്കോരിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സഞ്ചിയിലേക്ക് കാരക്കകൾ അങ്ങനെ കൊടുത്ത് ഓരോ കടക്കാരും ആ കടബാധ്യത നീട്ടിയിട്ട് കടക്കാര് പിരിഞ്ഞങ്ങനെ പോകുമ്പോ എല്ലാ കടക്കാരും തോട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴും ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നോക്കുന്നു, കൊട്ടയുടെ ഉള്ളിലേക്ക് നോക്കുന്നു. കൊട്ടയുടെ ഉള്ളിൽ നിന്നൊരു കാരക്കയും നീങ്ങിയ രൂപമില്ല. ഉള്ള കാരക്കകൾ അങ്ങനെ തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു മുഖത്തേക്ക് നോക്കുമ്പോ വല്ലാത്ത സന്തോഷം തന്നെ. എത്ര പെട്ടെന്നാണ് ഉപ്പാന്റെ കടബാധ്യത വീടിയത്. പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഈ എനിക്ക് അനുഭവിച്ച ഈ സന്തോഷ വാർത്ത അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമയോട് പോയിട്ട് ഞാൻ ഒന്ന് പങ്കുവെക്കട്ടെയോ നബിയേ? അവരോട് പോയിട്ട് ഞാൻ ഈ സന്തോഷം ഒന്ന് പറയട്ടെ. എന്റെ ഉപ്പാന്റെ കടം എത്ര പെട്ടെന്നാണ് വീടിയത്. ഒരാഴ്ചയായിട്ടില്ലല്ലോ, 10 ദിവസമായിട്ടില്ലല്ലോ, 40 ദിവസമായിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സ്വന്തം ശരീരം അങ്ങ് ഷഹാദത്തിന് കൊടുത്തപ്പോ എത്ര പെട്ടെന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ വലിയ ഭാരിച്ച കടബാധ്യത വീട്ടിക്കൊടുത്തത്. ജാബിർ റളിയല്ലാഹു അൻഹു സമ്പത്ത് വല്ലതും കുറഞ്ഞോ? ഒരൊറ്റ കാരക്കയും കുറഞ്ഞിട്ടില്ല. ഒരൊറ്റ മരത്തിന്റെ ചുവട്ടിലുള്ള പാക്കറ്റിൽ നിന്ന്, കൊട്ടയിൽ നിന്ന് ഒരു കാരക്കയും മാറിയിട്ടില്ല. എല്ലാം ഓരോ മരത്തിന്റെ ചുറ്റുഭാഗത്തുമുണ്ട്. മഹാനവറുകൾ വേഗം പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഇന്ന് ഞാൻ വലിയ സന്തോഷവാനാണ്. എന്തേന്ന് ചോദിച്ചപ്പോ എന്റെ ഉപ്പാന്റെ കടങ്ങൾ മുഴുവനും വീടി, എല്ലാ കടബാധ്യതയും വീടിപ്പോയി.
എല്ലാ കടബാധ്യതയും വീടിപ്പോയി. എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ആ സംഭവങ്ങളൊക്കെ വിവരിച്ചു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തോട്ടത്തിലേക്ക് വന്നു, കൂടുതൽ പറിച്ചു വെച്ച കൊട്ടയുടെ അടുത്തിരുന്നു. എന്നിട്ട് കടക്കാരെ വിളിക്കാൻ പറഞ്ഞു. ഓരോരുത്തർക്കും തങ്ങൾ തന്നെ കൈകൊണ്ട് ഇങ്ങനെ വാരിക്കോരി കൊടുത്തു. തീർന്നു നോക്കുമ്പോ കൊട്ടയിൽ പറിച്ചു വെച്ച അത്രയും ബാക്കിയുണ്ട്. കടക്കാരുടെ കടബാധ്യതകളൊക്കെ വീടി. അത് കഴിഞ്ഞ ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അതേ, ഞാൻ ഇന്ന് വലിയ സന്തോഷവാനാണ്. ഉപ്പാന്റെ കടം എത്ര പെട്ടെന്നാണ് വീടിയത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കിന്ന് സന്തോഷമാണെന്ന് നേരത്തെ എന്റെ കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എപ്പോ? നിങ്ങളെ തോട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട്. കൂടെയുള്ള ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന് വലിയ ഭാഗ്യത്തിന്റെ ദിവസമാണ്. കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോട്ടത്തിലൂടെ ഇങ്ങനെ കറങ്ങുന്നത്. തങ്ങൾ ആ തോട്ടത്തിലൊന്ന് കാലെടുത്ത് വെച്ചാൽ തന്നെ, കുറച്ചു നേരം വിശ്രമിച്ചാൽ തന്നെ, അവിടുത്തെ വെള്ളമൊന്ന് കുടിച്ചാൽ തന്നെ എന്തൊരു ദായിമായ ബറക്കത്താണ്. സുബ്ഹാനല്ലാഹ്. ഹുദൈബിയയിലുള്ള കിണറിൽ സഹോദരങ്ങളെ ഒരിറ്റ് വെള്ളവും കിട്ടാതെ വെള്ളത്തിന് ഞങ്ങൾ ദാഹിച്ചപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വെള്ളം കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലുണ്ടൊരു തോൽപാത്രം. ആ തോൽപാത്രത്തിൽ മാത്രമേ വെള്ളമുള്ളൂ. ആ പാത്രത്തിലുള്ള വെള്ളം വുളു എടുക്കാൻ വേണ്ടി തങ്ങൾ ഉപയോഗിക്കാൻ ഒരുങ്ങുമ്പോ ജനങ്ങളെല്ലാവരും തങ്ങളുടെ മുന്നിലേക്ക് ഓടി വന്നു. തങ്ങൾ ചോദിച്ചു, അല്ല, ആളുകളൊക്കെ എന്തിനാ ഇത്ര ധൃതിപ്പെട്ടു വന്നത്? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, വെള്ളം ഞങ്ങളെ പാത്രങ്ങളിൽ ഒന്നുമില്ല. ആകെ വെള്ളമുള്ളത് മുന്നിൽ കാണുന്ന ഈ ചെറിയ തോൽപാത്രത്തിലെ വെള്ളം മാത്രമാണ്. വേറെ തങ്ങളെ മുന്നിൽ കാണുന്ന തോൽപാത്രത്തിലുള്ള വെള്ളമില്ലേ, ആ ഒരു വെള്ളമല്ലാതെ വേറൊരൊറ്റ വെള്ളവും ഞങ്ങളെ കൂടെയില്ല. അങ്ങനെയാണോ? എന്നാ എല്ലാവരോടും വരാൻ പറയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട വിരലുകൾ ആ പാത്രത്തിലേക്ക് അങ്ങനെ നീട്ടിക്കൊടുത്തു. വെള്ളം എടുത്തോളാൻ പറയൂ, പാത്രത്തിൽ നിറച്ചോളാൻ പറയൂ. ഉളു എടുക്കേണ്ടവർ ഉളു എടുക്കട്ടെ, കുടിക്കേണ്ടവർ കുടിക്കട്ടെ, ദാഹമുള്ളവർ ദാഹം തീർക്കട്ടെ. അനസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ അരുമ ശിഷ്യൻ ചോദിക്കുന്നു, അല്ല, കം കുന്തും യൗമഇദിൻ, അന്ന് നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാനാ ദാലിക, ഞങ്ങളന്ന് 1,00,000 പേരുണ്ടെങ്കിലും ആ വെള്ളം ഞങ്ങൾക്ക് തികയുമായിരുന്നു. ഞങ്ങളന്ന് ഉള്ള ആളുകൾ 1500 ആളുകളാണ് ഞങ്ങളുള്ളത് ഹുദൈബിയയില്. ഞങ്ങൾ 1500 ആളുകളും കുടിച്ചു. ഞങ്ങൾ ഉളു എടുത്തു, ഞങ്ങൾ പാനപാത്രങ്ങളിൽ നിറച്ചു, ഒട്ടകങ്ങൾക്കും വാഹനങ്ങൾക്കും ഞങ്ങൾ വെള്ളം കുടിപ്പിച്ചു. എന്നിട്ടും വെള്ളം ബാക്കിയാണ്. സഹോദരങ്ങളെ, ഈ വലിയ മുഅ്ജിസത്തെ അനുസ്മരിച്ചു കൊണ്ടല്ലേ ഇന്നും ഹുജ്റത്തു ശരീഫയുടെ ഭിത്തിയിൽ കാണുന്നൊരു വരി, യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ സുബൈഹി ഫറൗ വൽ ജയ്ശദൽ അദദി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വിരലുകൾക്ക് ഇടയിലൂടെ സമുദ്ര സമാനമായ വെള്ളം ഒഴുക്കി കൊടുത്ത് അവിടുത്തെ സ്വഹാബത്തിനും മറ്റു ജീവജാലങ്ങൾക്കും ദാഹം തീർത്ത നബിയേ, ഒരുപാട് ജനങ്ങൾക്ക്, സൈന്യങ്ങൾക്ക് വെള്ളം കൊടുത്തിട്ട് വിരലുകൾക്ക് ഇടയിലൂടെ വെള്ളം ഒരുക്കി കൊടുത്ത, പൊട്ടിച്ചു കൊടുത്ത ഓ പുന്നാര നബിയേ എന്ന് സിയാറത്തിന് വരുന്ന ആള് വിളിക്കുന്ന തരത്തിൽ ഹുജ്റത്തു ശരീഫയുടെ ഭിത്തിയിൽ ഇന്നുമുണ്ടല്ലോ ആ ഒരു പദ്യം, മായ്ക്കപ്പെടാത്ത രൂപത്തിലുണ്ടല്ലോ. ഓ സഹോദരങ്ങളെ, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഉപ്പാന്റെ കടം വീടിയെന്ന് മാത്രമല്ല, ഞാനന്ന് വീട്ടിലേക്ക് പോകുമ്പോ ഉപ്പയുടെ മക്കളായിട്ട് എനിക്ക് 9 പെൺകുഴപ്പ സഹോദരിമാര് തന്നെയുണ്ട്. 9 പെൺമക്കളുണ്ട് എന്റെ ഉപ്പാക്ക്. അവരെ പോറ്റാനും അവർക്ക് ചെലവ് കൊടുക്കാനും ഒരു കാരക്ക പോലും കുറയാതെ എന്റെ പറമ്പിൽ നിന്ന്, തോട്ടത്തിൽ നിന്ന് ഞാൻ കാരക്ക കൊണ്ടുപോകുമ്പോ എന്റെ മനസ്സിൽ വന്ന വലിയ സന്തോഷം, എന്റെ ഉപ്പ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തപ്പോ, ഉഹദിന് ദീനിന് വേണ്ടി ഷഹീദായപ്പോ അല്ലാതെ വീടുന്ന രൂപത്തിലുള്ളതിനേക്കാൾ ഏറ്റവും എളുപ്പമാർഗത്തിൽ എന്റെ ഉപ്പാന്റെ കടം വീടിയല്ലോ. ഈ സംഭവം ഉദ്ധരിച്ചിട്ടാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിന് ഹെഡിങ് കൊടുത്തത്. ദീനിന് വേണ്ടി ഖിദ്മത്ത് എടുത്തപ്പോ ദുന്യവിയായിട്ട്
ദീനീപരമായിട്ടുള്ള വലിയ പ്രശ്നമായ കടം, അത് ആഖിറത്തിലേക്കും വലിയൊരു ബാധ്യതയാണ്. വീട്ടാനുള്ള കടങ്ങളൊക്കെ വീട്ടണം സഹോദരങ്ങളെ. മറ്റു സുഹൃതങ്ങളൊന്നും അതിന് പകരമാകില്ല. എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചാലും കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ, തീർക്കാനുള്ളത് തീർത്തേ പറ്റൂ. കിട്ടാനുള്ള ആള് ചോദ്യം വിട്ടുപോയാലും മറന്നുപോയാലും അതൊക്കെ ഓർമ്മയിൽ വരുന്നൊരു ദിനം വരാനുണ്ട്. അന്നൊരു ചെറിയ ദുർഹം പോലും ഒരാളും വിട്ടുവീഴ്ച ചെയ്യില്ല. 50 പൈസ പോലും, ഒരു രൂപ പോലും, 25 പൈസ പോലും വിട്ടുവീഴ്ച ചെയ്യാത്തൊരു ദിനം വരും. അന്ന് കൊടുക്കാൻ അവിടെ ദീനാറും ദുർഹമും കാണില്ല. സുഹൃതങ്ങൾ എടുത്തു കൊടുത്താലോ പിന്നെ മുന്നോട്ട് പോകാൻ എന്ത് യോഗ്യതയാണ് നമുക്കുണ്ടാകുക? അതുകൊണ്ട് വീട്ടേണ്ടതൊക്കെ വീട്ടണം. അത് വീടാനുള്ള നല്ലൊരു മാർഗമാണ് ഇഖ്ലാസോടെ ദീനീ രംഗത്ത് ഖിദ്മത്ത് ചെയ്യുക. പ്രശ്നങ്ങൾക്ക് മുഴുവനും അല്ലാഹു പരിഹാരം തരും. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്നത് കുറക്കരുത്. ദീനീ രംഗത്ത് നിങ്ങളുടെ നാടുകളിലുള്ള വലിയ ഖിദ്മത്താണ്. നാടുകളിൽ കാണുന്ന നല്ല മജ്ലിസ് അതൊഴിവാക്കരുത്. അവിടെ നമുക്ക് സാന്നിധ്യം വേണം. നാട്ടിലെ ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടെങ്കിൽ അതിലും നമ്മുടെ സാന്നിധ്യം വേണം. നമ്മുടെ സമ്പത്തിലെ വകുപ്പ് വേണം. നമ്മുടെ സജീവ സഹകരണം വേണം. ദീനീ രംഗത്ത് വ്യക്തിപരമായിട്ട് നമുക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് സജീവതയുണ്ടാകണം. നമ്മുടെ കുടുംബത്തിനും ആത്മാർത്ഥമായ സജീവതയുണ്ടാകണം. അപ്പോൾ പിന്നെ ദുന്യവിയായ പ്രശ്നങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പം പരിഹരിച്ചു തരും. ദീനീ ഖിദ്മത്ത് ഏറ്റവും നല്ല ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ചപ്പോ ദുന്യാവിൽ ജീവിക്കുന്ന കാലത്തും ജനങ്ങൾക്ക് ഭൗതികമായും അഭൗതികമായും പരിഹാരം നൽകിയ മഹാന്മാർ വഫാത്തിന്റെ ശേഷവും അതാ പരിഹാരം നൽകിക്കൊണ്ടിരിക്കുന്നു. അവരെ സവിധത്തിൽ വന്നിട്ട് അള്ളാഹുവിനോട് ആവലാതി വരുന്നവർ ദുനിയാവ് മാത്രമല്ലല്ലോ പറയുന്നത്, ദീനീയായ വിഷയങ്ങളും പറയുന്നു, ആഖിറത്തിന്റെ വിഷയങ്ങളും പറയുന്നു. എല്ലാ വിഷയത്തിലും പരിഹാരത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീൽ പോയി സിയാറത്ത് ചെയ്യുമ്പോ ജന്നത്തുൽ ബഖീൽ മറവിട്ട് കിടക്കുന്ന ആളുകൾക്ക് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ നീങ്ങിയതല്ല, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ദുആകളുടെ കൂട്ടത്തിൽ ഒരു ദുആയാണ് അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ജന്നത്തുൽ ബഖീൽ അന്തിയുറങ്ങുന്ന മഹാന്മാരെ, നിങ്ങൾക്ക് സുഖം കിട്ടാൻ ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, നമുക്കും സുഖം കിട്ടാൻ വേണ്ടി ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു. അവിടെ നിന്ന് ദുആ ചെയ്ത മറ്റൊരു ദുആയാണ് ഇർഹമില്ലാഹുമ്മൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ. ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട്, ധാരണ പിശക്. ഖബറാളികൾക്ക് വന്നാല് അവരുടെ ദർജ ഉയരാനും അവർക്ക് മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടിയാണ് ദ്വാരക്കേണ്ടത്. നമ്മളെ കാര്യങ്ങളൊന്നും അവിടുന്ന് പറയാൻ പാടില്ല. നമ്മളെ കാര്യങ്ങൾ അവിടുന്ന് പറയണം. പറയാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ദ്വാരം പഠിപ്പിച്ചത്? അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ദ്വാരം പോകൂലേ? ജന്നത്തുൽ ബഖീലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ദ്വാരം നിർത്തിയതല്ല, അവർക്ക് വേണ്ടി സ്പെഷ്യലായി തങ്ങൾ ദ്വാരന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അഹ്ലി ബഖീൽ ഖർഖദ്. ജന്നത്തുൽ ബഖീൽ ആളുകൾക്കൊക്കെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ആ ഒറ്റ പ്രാർത്ഥന കൊണ്ട് തങ്ങൾ നിർത്തിയിട്ടില്ല. ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയൊക്കെ ദ്വാരന്നിട്ടുണ്ട്. ശേഷം വരാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയും ദ്വാരന്നിട്ടുണ്ട്. ഖബറാളികൾക്ക് വേണ്ടിയുള്ള ദുആ കൊണ്ട് മാത്രം ചുരുക്കിയിട്ടില്ല. അങ്ങനെ ചില ആൾക്കാർ പറയും ഖബറാളികൾക്ക് പോയാൽ അവർക്ക് വേണ്ടി ദ്വാരക്ക, നമ്മളെ കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ടി പറയാൻ പാടില്ല, അതൊക്കെ അല്ലാഹു തആലയോട് വേറെ പറയേണ്ടത്. അല്ല, ഖബറാളികളെ സമീപത്ത് വെച്ച് ദുആ ചെയ്യുമ്പോ നമ്മുടെ വിഷയങ്ങളും അവരുടെ വിഷയങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് ദുആ ചെയ്യേണ്ടത്. അതിനാണ് തങ്ങൾ ഒറ്റ ദുആ പഠിപ്പിച്ചത്, കണ്ടില്ലേ? ഇർഹമില്ലാഹുമ്മൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീൻ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നേരത്തെ കഴിഞ്ഞുപോയ ആളുകൾക്ക്, അതാണ് ഇവിടെ കിടക്കുന്നവരും മറ്റു സ്ഥലങ്ങളിൽ അന്തി ഉറങ്ങുന്നവരും, വൽ മുസ്തഖിരീൻ, പിന്നീട് അല്ലാഹുവേ നിന്നിലേക്ക് വരാൻ വേണ്ടി ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. അങ്ങനെ ദ്വാരന്നിട്ടുണ്ട്, ദുആ ചെയ്ത് പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ മഹാന്മാര് ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് മുന്നോട്ട് നീങ്ങി ജീവിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഇന്നും അവരിലൂടെ നിലനിർത്തുന്നത് വിശുദ്ധ ദീനാണ്. ആ ദീനീ ഖിദ്മത്തിന്റെ മാർഗങ്ങളിൽ വലിയൊരു മാർഗമാണ് അവരുടെ പേരിൽ നടത്തപ്പെടുന്ന ഉറൂസ് മുബാറക്കുകളിൽ ദീനാണ് ചർച്ച ചെയ്യുന്നത്, ദീനാണ് പഠിപ്പിക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങളാണ് ഇവിടെ ഇതുവരെ മഹാന്മാരൊക്കെ അവതരിപ്പിച്ചത്. എല്ലാ വിഷയങ്ങളും പഠിക്കാൻ
പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് അല്ലാഹു തആല നൽകുന്ന ഇൽമ്, ആ ഇൽമിനെ ഹിക്മത്തായി അല്ലാഹു തആല മാറ്റി തന്നാൽ ഉള്ള ഇൽമിന് വലിയ പവർ ലഭിക്കും. അല്ലാഹു തആല എല്ലാവർക്കും അങ്ങ് ഹിക്മത്ത് നൽകൂലല്ലോ. യുത്തിൽ ഹിക്മത മൻ യശാ വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഹിക്മത്ത് നൽകും. യുത്തിൽ ഹിക്മത മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു ഹിക്മത്ത് നൽകും. എന്താണ് ഹിക്മത്തിന് മഹാന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം? ജലാലുദ്ദീനുൽ മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി ഹിക്മത്തിന് നൽകിയിരിക്കുന്ന വ്യാഖ്യാനം എന്താണ്? അൽ ഇൽമുൻ നാഫിഉ അൽ മുഅദ്ദി ഇലൽ അമൽ. അറിവ് എന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല. അൽ ഇൽമുൻ നാഫിഉ, ഉപകാരപ്രദമായ അറിവ്. ഉപകാരപ്രദമായ അറിവിനുള്ള ഒരു സ്വഭാവമാണ് അൽ മുഅദ്ദി ഇലൽ അമൽ, പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന ഇൽമാണത്. മനസ്സിൽ അതങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കാൻ വേണ്ടി മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ട ഘട്ടങ്ങൾ വരുമ്പോ ആ അറിവനുസരിച്ചായിരിക്കും അവിടെ മുന്നോട്ട് നീങ്ങുന്നത്. കുറെ പഠിച്ചു വെച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, ആ പഠിച്ചത് പ്രവർത്തന തലത്തിൽ അങ്ങനെ ഉപകാരപ്പെടുന്ന രീതിയിലാക്കണം. പഠിച്ചു വെച്ച ഒരുപാട് അറിവുണ്ട്, പക്ഷേ ഇപ്പോഴും പലതും പ്രവർത്തനത്തിലേക്ക് വരാത്തതുണ്ട്, അല്ലേ? ഉണ്ട്. ഒരു ഉദാഹരണം പറയാം, കുറെ പറയാൻ നേരല്ല. ഒരു ഉദാഹരണം പറയാം. എന്താ ഉദാഹരണം? മിസ്വാക്ക് എടുക്കാം. മിസ്വാക്ക് ചെയ്യുന്ന രൂപം, മിസ്വാക്ക് ചെയ്യുന്ന രൂപമല്ല, മിസ്വാക്ക് ചെയ്യുന്ന അവസ്ഥ. രാവിലെ എഴുന്നേറ്റാല് രണ്ടു തരം മിസ്വാക്കിന്റെ സുന്നത്തുണ്ട് നമുക്ക്. ഒന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്തായ ഒരു മിസ്വാക്കുണ്ട്, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിനുള്ള സുന്നത്തായ മിസ്വാക്ക്. മറ്റൊന്ന് ഉളൂവിന്റെ കൂടെ ഒരു മിസ്വാക്കുണ്ട്, ഉളൂവിനുണ്ടല്ലോ ഒരു മിസ്വാക്ക്. പക്ഷേ ഇത് രണ്ടും ഒരുമിച്ച് കിട്ടാൻ നല്ലത് ആദ്യം എഴുന്നേൽക്കുന്ന സമയത്ത് രണ്ട് കൈ കഴുകിയിട്ട്, ഒന്ന് വായിൽ വെള്ളം കൊപ്പിളിച്ച് മുഖന്ന് കഴുകിയിട്ട് പിന്നെയാണല്ലോ മൂത്രമൊഴിക്കേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. അതിൽ തന്നെ നേരെ പോയിട്ട് അങ്ങോട്ട് മൂത്രമൊഴിക്കല്ലല്ലോ വേണ്ടത്. എഴുന്നേറ്റ ഉടനെ തന്നെ ദിക്ർ ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ദിക്ർ ചൊല്ലിയ ശേഷം പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നേരെ പോയിട്ട് രണ്ട് കൈയും കഴുകണം 3 പ്രാവശ്യം. നല്ലോണം കഴുകണം, നല്ലോണം കഴുകണം. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കണം 3 പ്രാവശ്യം. പിന്നെ മുഖം കഴുകണം. ഇത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്തുകളാണ്. ഇത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ആ 1, 2 ഒക്കെ നിർവഹിക്കേണ്ടത്. ആ 1, 2 നിർവഹിച്ചതിന് ശേഷം 1, 2 തല മനസ്സിലല്ലേ, നിർവഹിച്ചതിന് ശേഷം പോന്നിട്ട് പിന്നെ നേരെ മിസ്വാക്ക് എടുത്ത് അങ്ങോട്ട് തുടങ്ങലല്ല. അങ്ങനെ കുറെ ആൾക്കാർ ചെയ്യില്ല. നേരെ മിസ്വാക്കിൽ പേസ്റ്റ് അല്ലെങ്കിൽ പൊടി എന്തോ ആക്കിയിട്ട് നേരെ അങ്ങോട്ട് മിസ്വാക്ക് ചെയ്യും. മിസ്വാക്ക് ചെയ്ത് അവിടെ വെച്ച ശേഷം പിന്നെ കാണാം അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് വുളു തുടങ്ങുന്നത്. അങ്ങനെയല്ല നിർവഹിക്കേണ്ടത്. അങ്ങനെ നിർവഹിച്ചാൽ നിയ്യത്ത് വെച്ചാൽ തന്നെ ആകെ ഒരു സുന്നത്തെ ലഭിക്കുള്ളൂ. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഒരു മിസ്വാക്കേ നമുക്ക് കിട്ടുള്ളൂ. സയ്യിദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, വുളു പഠിപ്പിക്കുമ്പോ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, എല്ലാ മഹാന്മാരും പഠിപ്പിക്കുന്നു, വുളു പഠിപ്പിക്കുന്നിടത്ത് ബിസ്മി ചൊല്ലി ദിക്ർ ചൊല്ലി മുൻകൈ കഴുകിയ ശേഷം അടുത്ത സുന്നത്ത് എന്താ? മുൻകൈ കഴുകിയ ശേഷം ഒരാൾ മുൻകൈ കഴുകി, ആദ്യം തന്നെ മുൻകൈ കഴുകി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സുന്നത്ത് എന്താ? ഫസിവാക്കുൻ. മുൻകൈ കഴുകിയ ശേഷം മിസ്വാക്ക് ചെയ്യണം. അങ്ങനെ വേണ്ടത്. മിസ്വാക്ക് ചെയ്ത ശേഷം ഫമദ്മദത്തുൻ വസ്തിൻശാഖുൻ. മിസ്വാക്കിന് ശേഷം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടും. അപ്പൊ ഉളൂവിന്റെ കൂടെയുള്ള മിസ്വാക്കും കിട്ടി, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സുന്നത്തായ മിസ്വാക്കും രണ്ടും ഒറ്റടിക്ക് കിട്ടി. നേരത്തെ മിസ്വാക്ക് ചെയ്തിട്ട് അഊദു ബിസ്മി ചൊല്ലിയിട്ട് മുൻകൈ കഴുകാൻ നിന്നാൽ ഒരു സുന്നത്ത് മാത്രമേ കിട്ടുള്ളൂ, ഉളൂവിലുള്ള മിസ്വാക്ക് കിട്ടൂല. ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ തന്നെ പതിവായി പോകുന്ന ആൾക്കാരെ കാണാം. മിസ്വാക്ക് ആദ്യം കൊണ്ട് ചെയ്യും, പിന്നെ അഊദു ബിസ്മി ചൊല്ലിയിട്ട് മുൻകൈ കഴുകിയിട്ട് അങ്ങനെ ഉളൂ കൊടുക്കണം കാണും. അപ്പൊ ഉളൂവിന്റെ മിസ്വാക്ക് എവിടെ? ഉളൂവിന്റെ മിസ്വാക്ക് മുൻകൈ കഴുകിയ ശേഷമാണ്. അതിനാണ് ഒരു ഫ ഇട്ടുകൊണ്ട് വന്നത്. ഫസിവാക്കുൻ, പിന്നെ ഫ എന്നാണ് അർത്ഥം, പിന്നെ മുൻകൈ കഴുകിയ ശേഷം പിന്നെ മിസ്വാക്ക് ചെയ്യണം. അതാണ് ഉളൂവിന്റെ മിസ്വാക്കിന്റെ സ്ഥാനം. ആ മിസ്വാക്ക് ചെയ്യുന്ന സമയത്ത് 2 നിയ്യത്തുണ്ടായാൽ മതി. ഉളൂവിന്റെ സുന്നത്തും ഉറക്കിൽ എഴുന്നേറ്റ സുന്നത്തും രണ്ടും ഒരുമിച്ച് കിട്ടും. അത് കഴിഞ്ഞ ശേഷം പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും, പിന്നെയാണ് മുഖം കഴുകൽ. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതാണ് യഥാർത്ഥത്തിലുള്ള ഉളൂ. ഇങ്ങനെയാണ് നമ്മുടെ ഇമാമിങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ശൈലി നോക്ക് നിങ്ങൾ. ഇത് അറിയുന്ന ആൾക്കാരനെ ചെയ്യുന്ന ശൈലി നോക്ക് നിങ്ങൾ, എത്ര മാറ്റമുണ്ട്. ഇതേ രൂപത്തിൽ അങ്ങനെ മിസ്വാക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്പടിച്ച ഇൽമിനെ പറ്റി ഇൽമുൻ നാഫിഉ അൽ മുഅദ്ദി ഇലൽ അമൽ. നേരത്തെ ഇമാം മഹല്ലി അവർ വിശദീകരിച്ചതുപോലെ യുത്തിൽ ഹിക്മത മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു തആല ഹിക്മത്ത് നൽകും.
ഉപകാരപ്രദമായ ഇൽമ്, ആ ഇൽമനുസരിച്ച് പ്രവർത്തനത്തിലേക്ക് അവരെ നയിക്കുന്ന നല്ല ഇൽമ് അള്ളാഹു നമുക്ക് ഏറ്റി തെരുമാറാകട്ടെ. ആ ഇൽമാണ് വേണ്ടത്. അങ്ങനെയുള്ള ഹിക്മത്ത് ഒരാൾക്ക് കിട്ടിയാൽ ആ നിലക്കുള്ള ഇൽമ ഒരാൾക്ക് നൽകപ്പെട്ടാൽ അത് സാധാരണ ഇൽമല്ല. ഇൽമ മാത്രം സൂക്ഷിക്കുന്ന ഒരു ഇൽമല്ലല്ലോ, എഴുതിക്കൊണ്ട് നടക്കുന്ന ഒരു ഇൽമല്ലല്ലോ. അവന്റെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ആ നിലക്കുള്ള ഹിക്മത്ത് ആർക്കെങ്കിലും നൽകപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, അവന് ധാരാളം നന്മകൾ നൽകപ്പെട്ടു. ഐ ഖൈറൈ ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെ നന്മയും കിട്ടി, ആഖിറത്തിലെ നന്മയും കിട്ടി, രണ്ട് ലോകത്തെ നന്മയും നൽകപ്പെടും. ഹിക്മത്ത് ഒരാൾക്ക് നൽകപ്പെട്ടു കഴിഞ്ഞാൽ അത് ചെറിയൊരു ഭാഗ്യമല്ല. അതിനാണ് സഹോദരങ്ങളെ ഭാഗ്യം എന്ന് പറയുന്നത്. ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവരെ ജീവിതം ഒന്നെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും. എന്താണോ ഇമാം നബവി റളിയല്ലാഹു അൻഹു ദർസിൽ നിന്ന് ഒരു ദിവസം ഓതുന്നത്, ആ ഓതുന്നത് അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് അങ്ങ് പകർത്തി. പിന്നത് ജീവിതത്തിൽ നിന്ന് കൈയൊഴിക്കുന്ന പ്രശ്നമില്ല. പിറ്റത്തെ ദിവസം എന്താണോ ഓതുന്നത്, ഉസ്താദ് എന്താണോ ഓതിക്കൊടുക്കുന്നത്, അതങ്ങനെ തന്നെ പകർത്തി. ഓരോ ദിവസവും പഠിക്കുന്നത് ജീവിതത്തിലേക്ക് അങ്ങനെ അങ്ങ് പകർത്തിയപ്പോ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു നൽകിയ ഖൈറിന് വല്ല കയ്യും കണക്കുമുണ്ടോ? 45 വയസ്സ് വരെ മാത്രം ജീവിച്ചെങ്കിലും ഒരു 450 കൊല്ലം ജീവിച്ച വലിയ സേവനം ആ ചെറിയ ആയുഷ്കാലത്തിനിടയിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകിയില്ലേ? കേരളത്തിലെന്നല്ല, കർണാടകയിലെന്നല്ല, ഇന്ത്യയിലെന്നല്ല, ലോകത്ത് ഏത് ഭാഗങ്ങളിലും നടക്കുന്ന ദർസൊന്ന് പരിശോധിച്ചു നോക്കൂ. ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് ഓതി കൊടുക്കാത്ത, ഓതി പഠിക്കാത്ത ഏതെങ്കിലും ഒരു ദർസ് കാണുമോ? അങ്ങകല മദീന മുനവ്വറയിൽ പോയി നോക്കൂ. അസ്ഹാബു സുഫത്ത് ഇരുന്ന സുഫത്തിന്റെ മേലെ ഇരുന്ന് കിതാബ് ഓതുന്നവരെ കൂട്ടത്തിലും ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഓതുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നൽകിയത് ചെറിയ ഖൈറൊന്നുമല്ല, ചെറിയ ബറക്കത്തൊന്നുമല്ല. വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ഇമാം നബവി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. മക്കളിലൂടെ, സന്താന പരമ്പരയിലൂടെ കിട്ടിയ ബറക്കത്താണോ? അല്ല. സന്താന പരമ്പരകൾ ഇങ്ങനെ വികസിച്ച് വന്ന് കിട്ടിയ ബറക്കത്താണോ? അല്ല. ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു പഠിച്ച ഇൽമു ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് ആ കറക്റ്റായ നിലക്കങ്ങ് മുന്നോട്ട് നീങ്ങിയപ്പോ ഫുഖഹാഉനാ കതബഉ ഫീ ഫിഖ്ഹിഹിം ലാ ഗൈറു ഫത്ബഉ ഫിൽ ജമീലി തഫ്ളുലാ. ഫുഖഹായിനുള്ള വലിയ ബർക്കത്ത് എന്താണെന്നറിയോ? അവരെ ഫിഖ് അനുസരിച്ചാണ് അവരെ ജീവിതം. ഫിഖ്ഹിൽ എന്താണ് സുന്നത്തായി പറഞ്ഞത് അതുപോലെയുള്ള സുന്നത്തെ ജീവിതത്തിൽ കാണൂ. ഫിഖ്ഹിൽ എന്താണോ ജായിസായി പറഞ്ഞത് ആ ജായിസെ കാണൂ. ഫിഖ്ഹിൽ എന്താണോ ഹലാലായി പറഞ്ഞത് ആ ഹലാലെ സ്വീകരിക്കൂ. ഫിഖ്ഹിൽ എന്താണോ ഹറാമായി പറഞ്ഞത് ആ ഹറാം കൈയൊഴിച്ചേ പറ്റൂ. ഫിഖ്ഹിൽ എന്താണോ കറാഹത്തായി പറഞ്ഞത് ആ കറാഹത്തിന് വലിയ വില കൽപ്പിച്ചുകൊണ്ട് അത് മാറ്റി നിർത്തിയേ പറ്റൂ. അതവർ ജീവിതത്തിൽ സ്വീകരിക്കൂല. അങ്ങനെ ഫിഖ് അനുസരിച്ച് കറക്റ്റ് ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തിയ ജീവിതമായപ്പോ വലിയ ബഹുമാനമല്ലേ അള്ളാഹു ആ മഹാന്മാർക്ക് കൊടുത്തത്. ഞാൻ പറഞ്ഞതല്ല, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഫുഖഹായിന് അല്ലാഹു തആല കൊടുത്ത വലിയ പ്രത്യേകത കത്താബഉ ഫീ ഫിഖ്ഹിം. ഫിഖ്ഹിൽ അവർ ശരിയായ നിലക്കങ്ങ് പിന്തുടർന്ന് ജീവിച്ചു. അവരെ ജീവിതം കണ്ടാൽ, ജീവിതത്തിന്റെ ഓരോ രാവും പകലും കണ്ടാൽ നമുക്ക് ഫിഖ് അവരിൽ നിന്ന് പഠിക്കാൻ കഴിയും. സുന്നത്തുകൾ അവരിൽ നിന്ന് അടർത്തിയെടുക്കാൻ കഴിയും. ശരിയായ നിലക്ക് മസല മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഏതെങ്കിലും തരത്തിൽ ഒന്നിന് ചെറിയൊരു സന്ദേഹം വന്നു, അതിൽ അവർക്ക് ഉറപ്പില്ലാത്തൊരു വിഷയം വന്നാലോ സ്വീകരിക്കാതെ കൈയൊഴിച്ചു പോയി. അതവരുടെ സൂക്ഷ്മതയുടെ ഭാഗമാണ്. അല്ലാത്തൊരു വിഷയം അവരുടെ ജീവിതത്തിൽ കാണൂല. സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, സഹോദരിമാരോട് ഞാൻ പറയട്ടെ, ഫിഖ് നമുക്കൊരു വിഷയം സുന്നത്താക്കിയോ സുന്നത്തായ നിലക്ക് തന്നെ അത് സ്വീകരിക്കണം, അത് മാറ്റാൻ പാടില്ല. നമ്മളോട് ഫിഖ് പറഞ്ഞു ഏത് വിരലിൽ മോതിരിടണം, ഏത് വിരലിൽ മോതിരമിടണം. ഒന്നുകിൽ വലത്തെ കൈയിന്റെ ചിറവിരല് അല്ലെങ്കിൽ ഇടത്തെ കൈയിന്റെ ചിറവിരല്. ഒന്ന് മൊത്തം ഒന്ന് പരിശോധിച്ച് നോക്കി പല വിരലിട്ട് കാണും. നമ്മളെ ഫിഖിന്റെ വിലയാണത്. ഫിഖ് നമ്മളോടൊരു സുന്നത്ത് പറയുമ്പോ നമുക്ക് വേറൊന്നാ. ഫിഖിന്റെ സുന്നത്തിന് നമ്മളെ ആളുകൾക്ക്, പല ആളുകൾക്കും പുല്ല് വിലയാ. അതുകൊണ്ടാ ഇൽമായിട്ട് നമ്മളെ കൽബിലും ശരീരത്തിലും കാണാത്തത്. ഫിഖ് പറയുന്നു പുരുഷന് അനുവദനീയമായ നിലക്കുള്ള ഒരു ആഭരണമാണ് ഇപ്പൊ ഈ പറയുന്നത്. വേറെ കുറെ ആൾക്കാരെ കയ്യിൽ അതാ വെള്ളിന്റെ ചെയിന് കാണും. ഇതാ വെള്ളിന്റെ ചെയിന്. ചില ആൾക്കാരുടെ കയ്യിൽ വെള്ളിന്റെ വള പോലെ തോന്നുന്നു. എന്തിനാ അങ്ങനെ ഉണ്ടോ? ജായിസായിരുന്നു വെള്ളിന്റെ ചെയിൻ ഉണ്ടാ
അത് പെണ്ണിനല്ലേ. ആണിന് എന്ത് വെള്ളി ചെയിന്? വേറെ ചില ആൾക്കാർ കാണാതെ ആ കാത് കുത്തിയിട്ടൊരു വെള്ളി ആഭരണം കാതിലിട്ടേക്ക്. ഫിഖ്ഹിന്റെ അടിസ്ഥാനം നോക്കുമ്പോ സഹോദരങ്ങളെ ഇതൊക്കെ പെശകാണ്. അവിടെയാ നമ്മൾ ശരിയായ നിലക്ക് ശ്രദ്ധിക്കേണ്ടത്, ശരിയായ നിലക്ക് സൂക്ഷിക്കേണ്ടത്, ജീവിതം ക്രമപ്പെടുത്തേണ്ടത്. അങ്ങനെയാണ്. ഒരു സഹോദരൻ ഗൾഫിൽ നിന്ന് വരുമ്പോ ആ സഹോദരന്റെ കയ്യിൽ നല്ല ഒരു സ്വർണ്ണ ചെയിൻ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, സുഹൃത്തേ ഇതെന്താ സ്വർണ്ണ ചെയിൻ അല്ലേ കയ്യിൽ കെട്ടിയത്? സ്വർണ്ണ ചെയിനാണ് ഉസ്താദേ. അത് ഉമ്മാമക്ക് ഹദിയയായി കൊണ്ടുപോകാണ്. സ്വർണ്ണ ചെയിൻ കയ്യിൽ കെട്ടിയിട്ടാണോ ഹദിയായി കൊണ്ടുപോകുന്നത്? സുഹൃത്തെ, ആ സ്വർണ്ണ ചെയിന് നിങ്ങൾക്ക് കയ്യിൽ കെട്ടൽ ഹറാമാണ്, എന്നല്ല കബീറത്താണ്, വൻകുറ്റമാണ്. പുരുഷന് സ്വർണ്ണാഭരണം ധരിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയല്ലേ? നിങ്ങൾ ആ സ്വർണ്ണ ചെയിൻ കയ്യിൽ നിന്ന് നയിക്കണം. എന്നിട്ട് നിങ്ങളത് വാങ്ങിയ കടലാസ്, അതിന്റെ ബില്ല് നിങ്ങളെ കയ്യിലില്ലേ? ആ ബില്ലിലായിട്ട് ഈ സ്വർണം നിങ്ങളങ്ങ് പൊതിഞ്ഞു വെച്ചോളൂ. അഥവാ നിങ്ങളെ കയ്യിൽ ഒരു സ്വർണം ഉണ്ടെന്ന നിലക്ക് ഏതെങ്കിലും പരിശോധനയിൽ തെളിയുമ്പോ ബേജാറാകണ്ട, ആ ബില്ലടക്കം നിങ്ങളങ്ങ് കാണിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട തരത്തിലുള്ള ഒരു ആഭരണം കൊണ്ടുവരാനുള്ള പെർമിറ്റ് ഇല്ലേ? അതിന്റെ ഉള്ളിൽ ഒതുങ്ങിയ ചെയിനല്ലേ ഇത്? ഒരു ബേജാറും ആകണ്ട. കയ്യിൽ കെട്ടിയിട്ട് തന്നെ കൊണ്ടുപോകണമെന്നില്ല. കയ്യിൽ കെട്ടിയിട്ട് കൊണ്ടുപോകാനും പറ്റൂല. നിങ്ങൾ അത് അതിന്റെ സൂക്ഷിക്കുന്ന പെട്ടിയിലാക്കി സൂക്ഷിച്ച് നിങ്ങളത് ഉമ്മാമക്കോ വേറെ ആർക്കോ കൊണ്ടുപോയി കൊടുത്തോ. പക്ഷെ എങ്ങനെ കെട്ടിയിട്ടല്ല കൊണ്ടുപോയി കൊടുക്കേണ്ടത്, അങ്ങനെ ഉപയോഗിച്ചിട്ടല്ല കൊണ്ടുപോകേണ്ടത്. ഏതെങ്കിലും മരുമക്കളെ അമ്മായിമാര് സൽക്കാരത്തിന് വിളിക്കുമ്പോ നല്ല സ്നേഹത്തിന് സന്തോഷത്തിന് ഒരു മോതിരം അമ്മായിമന്റെ കൈ കൊണ്ട് ഇടാൻ വേണ്ടി തരികയാണ്. സുബ്ഹാനല്ലാഹ്, ആ മോതിരം നോക്കുമ്പോ സ്വർണ്ണ മോതിരമാണ്. കൈ നീട്ടി കൊടുക്കണ്ട, മലർത്തിയ രൂപത്തിൽ കയ്യിൽ എങ്ങ് വാങ്ങിക്കോ. സ്വർണ്ണമല്ലേ, വിലപിടിപ്പുള്ളതല്ലേ, നീ തിരസ്കരിക്കണ്ട. കൈവിരൽ ഇങ്ങനെ നീട്ടിക്കൊടുത്തിട്ട് നീ അതിന് കൂട്ടു നിൽക്കുന്ന ആളാകരുത്. അമ്മായിമ്മനോട് നീ പറയണം, എനിക്കിത് ധരിക്കാൻ പാടില്ലാത്ത ഒന്നാണ്, എനിക്കൊരു ഹദിയായിട്ടല്ലേ നിങ്ങൾ തരുന്നത്, കയ്യിലേക്ക് ഇങ്ങ് തന്നോളൂ, ഞാൻ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊള്ളാം. നിനക്ക് വിൽക്കണമെങ്കിൽ വിറ്റോളൂ, നിന്റെ ഭാര്യക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ, ഉമ്മാക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ. അവരത് ധരിച്ചോട്ടെ, അവരത് ഉപയോഗിച്ചോട്ടെ, അവർക്ക് ഹലാലാണ്, അവർക്ക് സുന്നത്താണ്, കുഴപ്പമില്ല. അതേ സമയത്ത് നീ കൈ ഇങ്ങനെ നീട്ടിക്കൊടുക്കുന്നതും അപ്പുറത്തൊരാൾ മൊബൈൽ നോക്കിയിട്ടത് പകർത്തിയെടുക്കുന്നതും ഈ ഹറാമിന് നിന്റെ മനസ്സിൽ പുല്ല് വിലയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഹറാമിന് നിന്റെ മനസ്സിൽ പുല്ല് വിലയാണ്. അതുകൊണ്ടാ നീ ഫോട്ടോക്ക് വരെ പോസ്റ്റ് ചെയ്തത്. നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ല. സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനിൽ ഫുഖഹാ സുന്നത്തായി പഠിപ്പിച്ചത് അത് സുന്നത്തായി തന്നെ സ്വീകരിക്കണം. ഹറാമായി പഠിപ്പിച്ചത് ഹറാമായിട്ട് തന്നെ സ്വീകരിക്കണം. അതിന് ന്യായങ്ങളും മറുന്യായങ്ങളും കണ്ടെത്താനുള്ള മാർഗങ്ങളിലേക്ക് പോകരുത്. അവര് ഹറാമായി പഠിപ്പിച്ചോ അതേ രൂപത്തിൽ തന്നെ അതേ മൂല്യത്തോടെ അത് കാത്തു സൂക്ഷിക്കണം. അവരാ പഠിപ്പിച്ചതിന് കാരണങ്ങളും വിഷയങ്ങളും ഒക്കെ അവർ വിശദീകരിച്ചിട്ടുണ്ടാകും. അത് വേണ്ട രൂപത്തിൽ നമ്മൾ പഠിച്ചെടുക്കുകയാണ് വേണ്ടത്. അല്ലാത്ത രൂപത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൂടാ. സുബ്ഹാനല്ലാഹ്, ആ വിഷയങ്ങൾ ഞാൻ പരത്തി പറഞ്ഞതല്ല. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല നൽകിയ ഹിക്മത്തിന്റെ കാരണം ദീനനുസരിച്ച് അവർ ജീവിച്ചു. ഇൽമ് അവരുടെ ജീവിതത്തിൽ നന്നായി പകർത്തി ഉപകാരപ്പെടുന്ന രീതിയിൽ അത് നമുക്ക് പ്രകാശിപ്പിച്ചു തന്നു. അല്ലാഹു തആല അവർക്ക് വലിയ ബഹുമാനം കൊടുത്തു. ആ ബഹുമാനത്തിന് ഏറ്റവും വലിയ ബഹുമാനമാണ് അവരെ ഇൽമ് അല്ലാഹു തആല നൂറ്റാണ്ടുകളോളം നിലനിർത്തി. 1ഉം 2ഉം നൂറ്റാണ്ടല്ലല്ലോ കഴിഞ്ഞത്, എത്ര നൂറ്റാണ്ട് കഴിഞ്ഞു. അവരെ ദീന് പഠിക്കുന്ന ഇൽമ് പഠിക്കുന്ന ആളുകൾ ആ വഴിയിൽ വീണ്ടും പഠനം നടത്തുന്ന, പഠനം പരിഷ്കരിക്കുന്ന, മറ്റു പല ഭാഷകളിലേക്ക് അതിനെ പരിവർത്തനം വരുത്തുന്നത് ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. സുബ്ഹാനല്ലാഹ്, ദീനനുസരിച്ച് അവർ ജീവിച്ചപ്പോ അല്ലാഹു തആല കൊടുത്ത വലിയ ഭാഗ്യമാണ്, വലിയ ബറക്കത്താണ്. വമൻ യുതൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ബുദ്ധിമാന്മാരല്ലാതെ ഈ വിഷയം ചിന്തിക്കുകയില്ല. നമ്മൾ നല്ല ബുദ്ധിയുള്ളവരാകണം. ഫിഖ് അനുസരിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ പറയും, ഉസ്താദേ അത് അത് കറാഹത്തല്ലേ ഉള്ളൂ ഉസ്താദേ, അതിന് ഇത്ര മത്സരം പിടിക്കണം ഉസ്താദേ, കറാഹത്തല്ലേ ഉള്ളൂ. ഫത്ഹുൽ ബാരിയിൽ കാണാം, സൈനുൽ മുനീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഇബാറത്ത് കാണാം, അൽ കറാഹത്തു ഉഖ്ബത്തും ബൈനൽ ഹലാലി വൽ ഹറാം. കറാഹത്ത് എന്നത് ഹലാൽ ഹറാമിന്റെ ഇടയിൽ ഉള്ള ഒരു കടമ്പയാണ്. അതങ്ങനെ പതിവാക്കി പോയാൽ ഹറാമിലേക്ക് ചെന്നു ചേരാൻ എളുപ്പാകും. അതുകൊണ്ട് കറാഹത്ത് ഒഴിവാക്കാണ് വേണ്ടത്. അത് പറയുമ്പോൾ നമ്മൾ ആൾക്കാർക്കും കൂടെ തിളക്കും. എവിടെ തിളക്കാന്നറിയോ? മക്കളോടൊക്കെ ഭയങ്കര സ്നേഹമുള്ള കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഒന്നുകിൽ പെരുന്നാളിന് ഉസ്താദുമാര് മസല പറയുമ്പോൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ മസല പറയുമ്പോൾ, ഈ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ മൈലാഞ്ചിയുടെ സുന്നത്ത് ആർക്കേ ഉള്ളൂ? വിവാഹിതരായ സ്ത്രീകൾക്കേ ഉള്ളൂ. അങ്ങനല്ലേ സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്, യുന്തബുലിൽ മുതസവ്വിജ വയുക്റഹു ലിൽ ഖലിയ. യുന്തബു
മൈലാഞ്ചി കയ്യിനും കാലിനും തേക്കൽ സുന്നത്താണ് ലിൽ മുതസവ്വിജത്തി, വിവാഹിതരായ സ്ത്രീകൾക്ക്. ആഘോഷ ദിവസങ്ങളിൽ ഭർത്താവ് വിദേശത്ത് നിന്ന് വരുമ്പോൾ സ്വീകരിക്കാൻ, ചമഞ്ഞൊരുങ്ങാൻ, അതുപോലെ പ്രധാനപ്പെട്ട സന്തോഷ ദിവസങ്ങളിലൊക്കെ മൈലാഞ്ചി ഇട്ട് അവർക്ക് മൈലാഞ്ചി തേക്കുന്നത് സുന്നത്താണ്. അപ്പൊ ചില സഹോദരിമാർ പറയും, വലിയ വർത്താനം, ഞാനിനി എന്ത് മൈലാഞ്ചി ഇടാനാണ്, 4 മക്കളായി, വലിയ മോളെ കെട്ടിച്ച് അതിനൊരു കുട്ടിയായി, അതുകൊണ്ട് സുന്നത്ത് പോവോ? സുന്നത്തിന് വരല്ലേ, പിന്നെന്തിനാ ഞാൻ ഇനി മൈലാഞ്ചി ഇടാനാന്ന് പറയുന്നത്? മൈലാഞ്ചി ഇടണം, അത് സുന്നത്താ. അതുകൊണ്ടൊരു ഭംഗി അല്ലാഹു തആല നിങ്ങൾക്ക് ഹലാലാക്കിയിട്ട് സ്വീകരിക്കണം. ഹലാലാക്കാത്ത രീതിയിൽ പലതും ഇങ്ങനെ വാരിത്തേക്കല്ല വേണ്ടത്. അങ്ങനെ കുറെ വാരിത്തേക്കൽ, കുറെ ചുണ്ടിൽ ഇങ്ങനെ വാരിത്തേക്കൽ, പിന്നെ ഇവിടെ വാരിത്തേക്കൽ സുബ്ഹാനല്ലാഹ്, പിന്നെ പിരികത്തിൽ കുറെ വാരിത്തേക്കൽ, പിന്നെ പിരികവും ഇമയും കുറെ കട്ട് ചെയ്തിട്ട് അങ്ങനെ, പിന്നെ ഇവിടെയുള്ള രോമം പറിച്ചെടുത്തിട്ട് അങ്ങനെ, എന്തെല്ലാം ജാതിയാണ്. എന്നിട്ട് അതിന് ലാസ്റ്റ് കൊടുക്കണം ഒരു 700-800 രൂപ വേറെ. അതിന് പേരെ 1 മണിക്കൂർ 200 മേക്കപ്പ് ആയിട്ടുണ്ട് ഇറക്കിയതാണ് ആളെ. കുട്ടപ്പനാക്കി കുട്ടപ്പത്തിയാക്കി ഇറക്കിയതാ, പുതിയ മോഡല്. ഇത് ഇവിടെ ഒന്നും കാണില്ല, സൂര്യയിലൊക്കെ പോകേണ്ടത് കാണണമെങ്കിൽ ആ മോഡലാണ് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത്. അതേതായാലും വേണ്ട, അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അതേ സമയത്ത് സഹോദരിമാരെ, ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് പറ്റില്ല. ആ മൈലാഞ്ചി തേക്കുന്നതും അതുകൊണ്ട് ഭംഗിയാകുന്നതും നിങ്ങൾക്ക് പറ്റില്ല, വർജിക്കേണ്ടതാണ്, ഒഴിവാക്കേണ്ടതാണ് ആ സന്ദർഭത്തിൽ. അല്ലാത്ത സമയത്ത് ഉമ്മമാരെ, വയസ്സ് 60 ആയാലും പെരുന്നാൾ ദിനത്തിൽ ഒരു സുന്നത്ത് നിങ്ങൾക്ക് അങ്ങനെയുണ്ടോ? എന്തിനാ സുന്നത്ത് ഒഴിവാക്കണം? ആ സുന്നത്ത് നിങ്ങൾക്ക് വേണ്ടി അനുവദിക്കപ്പെട്ട സുന്നത്തല്ലേ? കയ്യിനും അതുപോലെ തന്നെ കാലിനും മൈലാഞ്ചിയുടെ ഒരു സുന്നത്താണ്. നിറഞ്ഞ രൂപത്തില് ഇതാ കയ്യിന്റെ കഫിന്റെ ഭാഗത്തേക്ക് മൊത്തമായി മൈലാഞ്ചി ചേച്ചിട്ട് നല്ല ചൊറുക്ക് കൂട്ടുന്നത് സുന്നത്താണ്. അതേ സമയത്ത് ആ പെരുന്നാളിനും കല്യാണത്തിന്റെ തലേന്നും ഖറാഹത്തുകൾ പ്രോത്സാഹിപ്പിക്കരുത്. വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾ ഒരു 100-150 കുടുംബക്കാര് മൊത്തം ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൈലാഞ്ചി കല്യാണം, അതിനുവേണ്ടി, ഖറാഹത്തിന് വേണ്ടി കുടുംബനാഥന്റെ വക ഒരു 5000-ഓ 10000-ഓ ചെലവഴിച്ചിട്ട് ഒരു പെട്ടി നിറയെ ട്യൂബങ്ങ് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുകയാണ്. സുന്നത്തായിട്ട് ഉപയോഗിക്കുന്ന ആരും ഇല്ല, ഖറാഹത്തിനാണ് അത് ചെയ്യുന്നത്. ഖറാഹത്ത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയല്ല, വർജിക്കപ്പെടേണ്ടതാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരു സംഗതിയും ഒരു കൂലിയും ഈ 10000-ന് കിട്ടാറുണ്ടോ? കാരണം 10-50 ആൾക്കാർ മൈലാഞ്ചി ഇട്ടു. ആരാണ് ആ 50 ആളും മൈലാഞ്ചി ഇട്ടത്? മുഴുവനും ഖറാഹത്തിന്റെ ഉടമകളാണ്, വിവാഹിതരല്ലാത്ത പെൺകുട്ടികളാണ്. കുടുംബത്തിലെ വിവിധ തരങ്ങളിലുള്ള മക്കളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പണിയാണ്. നിക്കാഹ് ചെയ്യപ്പെടാത്ത രീതിയിലുള്ള പെൺകുട്ടിയാണോ? കല്യാണത്തിന്റെ അന്നാണോ നിക്കാഹ് നടക്കുന്നത്? നിക്കാഹിന്റെ ശേഷമാണ് മോളെ നിനക്ക് ആ മൈലാഞ്ചി സുന്നത്തായി വരുന്നത്, അതിന്റെ മുമ്പല്ല, അതിന്റെ ശേഷമാണ്. അതേ സമയത്ത് കല്യാണ പന്തലിലോ കല്യാണത്തിന്റെ തലേന്നോ ചെറുപ്പക്കാരാ, നിന്റെ കൈകളിലോ നിന്റെ കാലിലോ നിന്റെ കൈത്തണ്ടയിലോ മൈലാഞ്ചി കൊണ്ട് നിന്റെയും അവളുടെയും പേര് വരക്കണ്ട, മറ്റു ചിത്രങ്ങൾ എഴുതി തീർക്കണ്ട. അത് ഹറാമാണെന്ന് മാത്രമല്ല വൻകുറ്റമാണ് കേട്ടോ. പുരുഷൻ കയ്യിനും കാലിനും മൈലാഞ്ചി തേക്കുന്നത് അത് ചില സന്ദർഭങ്ങളിൽ അത്യാവശ്യത്തിന്, രോഗശമനത്തിനോ മറ്റോ അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട രൂപങ്ങൾ വന്നാൽ, ഇനി തേച്ചവര് മുഴുവനും രോഗാണെന്ന് വ്യാഖ്യാനിക്കാൻ നിൽക്കണ്ട. അങ്ങനെ വല്ല വിഷയങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ ഒഴികെ അത് അനുവദിക്കപ്പെട്ടതല്ല. കയ്യിന്റെ ഉള്ളില് നിക്കാഹിന് വന്നിരിക്കുന്ന ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ നീട്ടിയപ്പോ കൈ കൊടുക്കാൻ തന്നെ മടിയായി പോയി. അമ്മോശങ്കാക്ക് അത്ഭുതപ്പെട്ടു പോയി. കയ്യിന്റെ ഉള്ളില് ഓരോ വിരലിന്റെയും ഉൾഭാഗത്തതാ നിറഞ്ഞ പേര് എഴുതി വെച്ചിരിക്കുന്നു മൈലാഞ്ചി കൊണ്ട്. എന്തെല്ലാമോ ആരോ മാർക്കുകളും മറ്റും ഇട്ട് വെച്ചിരിക്കുന്നു. മൈലാഞ്ചി കയ്യിനും കാലിനും ഇട്ടൊരു സ്വഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സദസ്സിലേക്ക് സ്വഹാബിമാരിൽപ്പെട്ട 1-2 ആളുകൾ കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം, ഉത്തിയ ബി മുഖന്നസിൻ, ഒരു പെൺകൂസനെ കൊണ്ടുവരപ്പെട്ടു എന്നാണ് അവിടെ പറയുന്നത്. പെണ്ണിന്റെ കോലം ആണ് ചമഞ്ഞാൽ ആ ആണിന് പറയാൻ പറ്റിയ അറബി പേരാണ് മുഖന്നസ്. മലയാളത്തിൽ വെക്കാൻ പറ്റിയ അർത്ഥമാണ് പെൺകൂസൻ, പെണ്ണിന്റെ കോലം സ്വീകരിക്കുന്ന ആണ് എന്ന്. ഒരു മുഖന്നത്തിനെ കൊണ്ടുവരപ്പെട്ടു. ആ മുഖന്നത്തിന്റെ കയ്യിനും കാലിനും മൈലാഞ്ചി തേച്ചിട്ടുണ്ട്. സദസ്സിൽ നിന്ന് ഒരു സ്വഹാബിയെ നേറ്റിട്ട് ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരു ചോദ്യം, അല്ല അതിരിബുനുഖഹു, പെരടി വെട്ടട്ടെയോ നബിയേ? മൈലാഞ്ചി ചേച്ചതിനാണ് ഇത്രയും ഗൗരവത്തോടെ ചോദിക്കുന്നത്. ഈ
ചെറുപ്പക്കാരന്റെ പെരടി വെട്ടട്ടെ എന്നൊരു ചോദ്യം. വ്യഭിചാരം ചെയ്തു വന്ന ആളാണോ? അല്ല. മദ്യപാനം നടത്തി വന്ന ആളാണോ? അല്ല. അതേ, വല്ല സ്ഥലത്തൊന്നും മോഷണം നടത്തി വന്ന ആളാണോ? അല്ല. കയ്യിനും കാലിനും മൈലാഞ്ചിയിട്ട് വന്നപ്പോ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്നൊരാളെ ചോദ്യമാണ്, അല്ല അദ്രിബുനുഖഹു, പെരടി അങ്ങ് വെട്ടിയേക്കട്ടെയോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അലൈസ ഹുവ യുസല്ലി, നിസ്കരിക്കുന്ന ആളല്ലയോ? നിസ്കരിക്കുന്നവർക്കൊരു പ്രത്യേക ബഹുമാനം ഉണ്ടല്ലോ. ഉണ്ട്. അതേ നബിയെ, നിസ്കരിക്കുന്ന ആളാണ്, നിസ്കാരത്തിനൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി നുഹീതു അൻ ഖത്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവരെ കൊല്ലുന്നതിൽ നിന്ന് എന്നെ വിലക്കപ്പെട്ടിട്ടുണ്ട്. നിസ്കരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾ കൊല്ലാൻ നിൽക്കണ്ട. നിസ്കരിക്കുന്നവർക്ക് വലിയൊരു ബഹുമാനം ഉണ്ടല്ലോ. സഹോദരങ്ങളെ, തൽക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മൈലാഞ്ചി ഇട്ട് വന്ന ആൾക്കൊരു ശിക്ഷ കൊടുത്തു. അന്നും ഇന്നും ആൾ താമസമില്ലാത്തൊരു പ്രദേശം കാണാം. മദീനത്തുനിന്ന് കുറച്ചങ്ങോട്ട് സഞ്ചരിച്ചാൽ റബദത്ത് എന്ന് പറയുന്ന ഒരു നാട് കാണാം. റബദത്തിലേക്ക് നാട് കടത്തി പോയി. ഒരു ബഹിഷ്കരണമാണ് ആ നൽകിയത് മൈലാഞ്ചി ഇട്ട് വന്നതിന്. അതുകൊണ്ട് മൈലാഞ്ചി തേക്കുന്ന വിഷയം അതൊരു നിസ്സാര വിഷയമായി കാണരുത്, ലാഘവത്തോടെ കാണരുത്. ശറഅ എന്താണോ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ചിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. അതിലൂടെയാ നമ്മൾ സഞ്ചരിക്കേണ്ടത്. അതാണ് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. വല്ല രൂപത്തിലും കറാഹത്ത് എന്ന് പഠിപ്പിച്ചതുണ്ടോ, ഒഴിവാക്കിയേക്കണം. ഒരു ന്യായവും പറഞ്ഞിട്ടതിന്റെ പിന്നാലെ പോകരുത്. അത് സ്വീകരിക്കാൻ ഒരുക്കമുണ്ടാക്കരുത്. കറാഹത്ത് എന്ന് പറയുന്ന സംഗതി അത് ചെറിയ ഒരു സംഭവമായി കാണരുത് എന്ന് കൂട്ടത്തിലൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. പരിശുദ്ധമായ ദീന് പഠിപ്പിക്കുന്നതിലൂടെ ഇൽമനുസരിച്ച് ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇവിടെ കൊടുത്തിരിക്കുന്ന വിഷയം നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഒരു മുസ്ലിമായ മനുഷ്യന് ഏറ്റവും നല്ല കണക്ഷൻ ഉള്ള വിഷയമാണ് നിസ്കാരം. നിസ്കാരം പോലെ ബന്ധമുള്ള ഒരു വിഷയം കാണാൻ പറ്റുമോ? ഇല്ല. അള്ളാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും നല്ല അർത്ഥത്തിൽ ബന്ധിക്കുന്ന ഒരു കാര്യമല്ലേ നിസ്കാരം. നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു മനുഷ്യന് എത്രമാത്രം വലിയ ഭാഗ്യങ്ങളാണ് ഹദീസിൽ പഠിപ്പിച്ചത്. നിസ്കാരം ചെറിയൊരു വിഷയമല്ലല്ലോ. നിസ്കാരത്തിന്റെ മഹത്വം തന്നെ പറയുമ്പോ ആദരവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അല്ലാഹു തആല കൊടുത്തൊരു സമ്മാനമല്ലേ നിസ്കാരം. നോമ്പ് സഹോദരങ്ങളെ, അതിന്റെ നിയമം ഇങ്ങോട്ട് ഇറക്കി കൊടുത്തു. സകാത്തിന്റെ നിയമവും ഇങ്ങോട്ട് ഇറക്കി കൊടുത്തു. ഹജ്ജിന്റെ നിയമവും ഇങ്ങോട്ട് ഇറക്കി കൊടുത്തു. നിസ്കാരം അതിന്റെ നിർബന്ധം ഏൽപ്പിച്ചത് സമ്മതം കൊടുക്കാൻ, അതിന്റെ സമ്മാനമായി കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിച്ചു വരുത്തിയിട്ട് അവിടുത്തേക്ക് വലിയ സമാധാനം അല്ലാഹു നൽകിയപ്പോ കൂട്ടത്തിൽ നൽകിയ വലിയൊരു സമ്മാനമല്ലേ നിസ്കാരം. അത് ചെറിയൊരു സംഗതിയല്ലല്ലോ. ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത് കാണാം, നിസ്കരിക്കാൻ ഒരുങ്ങുന്ന ഒരു മനുഷ്യൻ ഉളു എടുത്താൽ, ഇദാ തവല്ല അൽ അബ്ദുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ മനുഷ്യൻ ഉളു എടുക്കുമ്പോ ഫമൽമല, അവനൊന്ന് കൊപ്പിളിച്ചാൽ തന്നെ ഖറജത്തിൽ ഖതായാ മിൻ ഫീഹി, നാവിലൂടെ വന്ന ചെറുദോഷങ്ങളൊക്കെ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടെ അതാ പുറത്തു പോകുന്നു. ഫൈദസ്തൻസറ, മൂക്കിലേക്ക് വെള്ളം ഒന്ന് കയറ്റിയിട്ടൊന്ന് പിഴിഞ്ഞാൽ ഖറജത്തിൽ ഖതായാ മിൻ അൻഫിഹി, മൂക്കിലൂടെ ശ്വസിച്ചത്, മൂക്കിലൂടെ വാസനിച്ചത്, മൂക്കിലൂടെ എന്തെല്ലാം വിഷയങ്ങളാണോ മണത്തിറക്കിയത്, അതേ മൂക്കിലൂടെ ഉണ്ടായ തെറ്റുകൾ അത് പുറത്തേക്ക് പോകുന്നു. ഫൈദാ ഗസല വജ്ഹഹു, മുഖം കഴുകിയാലോ മുഖത്തിലൂടെ ഉണ്ടായ തെറ്റുകുറ്റങ്ങൾ, മുഖത്തിലൂടെ കണ്ണിലൂടെ ഉണ്ടായത്, അതുപോലെ തന്നെ സഹോദരങ്ങളെ കവിളിലൂടെ ഉണ്ടായത്, നെറ്റിയിലൂടെ ഉണ്ടായത്, മറ്റു ഭാഗങ്ങളിലൂടെ ഉണ്ടായത്, എല്ലാ ചെറുദോഷങ്ങളും പുറത്തു പോകുന്നു. ഹത്താ തഖ്റുജ മിൻ തഹതി അശ്ഫാരി ഐനൈ, കണ്ണിന്റെ പീളകൾക്കിടയിലൂടെ പോളകൾക്കിടയിലൂടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തേക്ക് പോവുകയാണ്. രണ്ട് കൈയും കഴുകുമ്പോ കൈകൊണ്ട് ഉണ്ടായ തെറ്റുകുറ്റങ്ങൾ പുറത്തു പോകുന്നു. അതേ തല തടവുമ്പോ തല കൊണ്ടുണ്ടായ തെറ്റുകുറ്റങ്ങൾ പുറത്തേക്ക് പോകുന്നു. കാത് തടവുമ്പോ കാത് മൂലം കേട്ടത് തെറ്റുകുറ്റങ്ങൾ പുറത്തേക്ക് പോകുന്നു. കാല് കേൾക്കുമ്പോ കാലിലൂടെ ഉണ്ടായ ചെറുദോഷങ്ങളൊക്കെ പുറത്തു പോകുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉളു എടുത്തിട്ട് സുമ്മ കാന മശിയുഹു ഇലൽ മസ്ജിദി വസലാത്തുഹു നാഫിലതൻ ലഹു, പള്ളിയിലേക്ക് നടക്കുന്ന നടത്തം പിന്നെ ചെറുദോഷങ്ങളൊന്നും ശരീരത്തിൽ ഇല്ലല്ലോ, ആ മനുഷ്യന് അധികമായി കിട്ടുന്ന ഹസനത്താണ്. നിസ്കാരവും അങ്ങനെയാണ്, മറ്റു കാര്യങ്ങളും അങ്ങനെയാണ്. ഒരൊറ്റ ഉളൂയിലൂടെ തന്നെ ഒരു മനുഷ്യന്റെ ശരീരം ചെറുദോഷങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്, 5 നിസ്കാരത്തിന് വേണ്ടി 5 തവണ ഉളു എടുക്കുമ്പോ ഒരുപാട് ചെറുദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു തരികയാണ്. നല്ല നിയ്യത്തോടെയാകണം ഉളു എടുക്കുന്നത്. ഉളു
ഉളൂഇന്റെ തുടക്കം മുതൽ ശ്രദ്ധിക്കണം, തുടക്കം മുതൽ സൂക്ഷിക്കേണ്ട നിയ്യത്തുകൾ പാലിക്കണം. അപ്പോഴേ ആ പറയുന്ന ബഹുമാനങ്ങളൊക്കെ നമ്മുടെ ഉളൂഇന് ലഭിക്കൂ. കാണുന്ന രൂപത്തിലുള്ളൊരു പ്രവർത്തനം മാത്രമാകരുത്, അതിലൂടെ നിർവഹിക്കേണ്ട വിഷയങ്ങൾ നിയ്യത്തുകൾ ചെയ്യേണ്ടടുത്ത് അതേ രൂപത്തിൽ ചെയ്യണം. മുഖം കഴുകുന്ന സമയത്താണല്ലോ നിർബന്ധമായ നിയ്യത്ത് വരുന്നത്. അതിന്റെ മുമ്പുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സുന്നത്തായ നിയ്യത്തുകൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അതിന് ഉദ്ദേശിക്കുന്ന സവാബ് ലഭിക്കണമോ അവിടെ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. നിയ്യത്ത് സുന്നത്തായ രൂപത്തിൽ ചെയ്യണം. കാണുന്ന രൂപത്തിലുള്ളൊരു പ്രവർത്തനം മാത്രമാകരുത്, അതിലൂടെ നിർവഹിക്കേണ്ട വിഷയങ്ങൾ നിയ്യത്തുകൾ ചെയ്യേണ്ടടുത്ത് അതേ രൂപത്തിൽ ചെയ്യണം. മുഖം കഴുകുന്ന സമയത്താണല്ലോ നിർബന്ധമായ നിയ്യത്ത് വരുന്നത്. അതിന്റെ മുമ്പുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സുന്നത്തായ നിയ്യത്തുകൾ കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അതിന് ഉദ്ദേശിക്കുന്ന സവാബ് ലഭിക്കണമോ അവിടെ നിയ്യത്ത് വെക്കേണ്ടതുണ്ട്, നിയ്യത്ത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അഊദും ബിസ്മിയും ചൊല്ലുന്ന സമയത്ത് തന്നെ മനസ്സിൽ സുന്നത്തായ നിയ്യത്തിനെ ഹാദിറാക്കണം. അതേ കൈ കഴുകുമ്പോഴും സുന്നത്തായ നിയ്യത്ത് വേണം, കൊപ്ലിക്കുമ്പോഴും അത് വേണം, മിസ്വാക്ക് ചെയ്യുമ്പോഴും അത് വേണം, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോഴും അത് വേണം. മുഖം കഴുകാൻ തുടങ്ങുന്ന സമയത്ത് നിർബന്ധമായ നിയ്യത്ത് രൂപപ്പെടുത്തേണ്ടതുപോലെ രൂപപ്പെടുത്തിയിട്ട് മുഖം കഴുകേണ്ട രൂപത്തില് നിർബന്ധമായ രൂപത്തിൽ മുഖം കഴുകാൻ പഠിപ്പിക്കപ്പെട്ട പരിധിയിൽ നിന്ന് വളരെ ശ്രദ്ധയോടെ ഉളു എടുക്കണം. ഉളു ആയെങ്കിലേ ഈ പറയുന്ന മഹത്വങ്ങളൊക്കെ ലഭിക്കൂ. ഉളു നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു അമലാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും സഹാബത്ത് ഉളു എടുക്കുമ്പോ അവരുടെ കാല് കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മുഖം കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചിലരൊക്കെ നിങ്ങൾ നോക്ക്, കൈ കഴുകിയാൽ തന്നെ 3 പ്രാവശ്യം കൈ കഴുകിയാൽ തന്നെ നിർബന്ധമായ കഴുകലിലേക്ക് എത്തുന്നില്ലെങ്കിൽ പിന്നെങ്ങനെയാ സഹോദര ഉളു ആവുക? വെള്ളം ഇങ്ങനെ കോരിയെടുത്തിട്ട് ഇങ്ങനെ കഴുകുന്ന സമയത്ത് ഈ നിർബന്ധമായുള്ള ഭാഗങ്ങളിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകണം. ഒന്നാമത്തെ തവണ വെള്ളം ഇങ്ങനെ കോരിയെടുത്ത് ഇങ്ങനെ കഴുകിയപ്പോ കുറഞ്ഞ ഭാഗം അവിടെയും ഇവിടെയും നനയാതെ പോയി. രണ്ടാമത്തെ തവണ വീണ്ടും വെള്ളം എടുത്ത് കഴുകി, അപ്പോഴും കുറച്ചുകൂടി ഭാഗങ്ങൾ ബാക്കിയായി. മൂന്നാമത്തെ ഒരു തവണ പിന്നെയും കഴുകി, അപ്പോഴും കൊണ്ട് ഇവിടെ കുറച്ച് ഭാഗം ബാക്കി. അപ്പൊ കൈ തന്നെ കഴുകിയിട്ടില്ല. കാരണം 3 പ്രാവശ്യം കഴുകിയിട്ടും നിർബന്ധമായ ഭാഗങ്ങൾ പരിഹരിക്കപ്പെടാവുന്ന തരത്തിൽ അവന്റെ ഉളൂഇന്റെ ഭാഗങ്ങളിലൂടെ വെള്ളം ഒഴുകിയിട്ടില്ല. പിന്നെ ഇങ്ങനെ കഴുകി എന്ന് പറയാം, സുന്നത്ത് പിന്നല്ലേ, നിർബന്ധമായിട്ടുള്ള ഒരു കൈകൾ റെഡിയാകണ്ടേ. നിർബന്ധമായ ഭാഗങ്ങളിലൂടെ ശരിയായ നിലക്ക് വെള്ളം ഒലിച്ച ശേഷം, പൂർണ്ണമായും ഒലിച്ച ശേഷം പിന്നുള്ള കൈകളല്ലേ സുന്നത്തായി പരിഗണിക്കുന്നത്. ചില ആളുകൾ 3 പ്രാവശ്യം കഴുകിയാലും ചിലപ്പോഴൊക്കെ സമാധാനിക്കാൻ നിർബന്ധമെങ്കിലും ആയി എന്നുള്ളത് 3 തവണ മൊത്തം കൂട്ടിയിട്ട്. ചിലര് 2ാം തവണ നിർബന്ധം പൂർത്തിയാകുമ്പോ പിന്നെ ഒരു സുന്നത്തെങ്കിലും അവർക്ക് കൂടെ കിട്ടും. ഒന്നുകൊണ്ട് നിർബന്ധം ശരിക്ക് വീടിയാൽ 2ഉം 3ഉം സുന്നത്തായി കിട്ടും. ഒന്നുകൊണ്ട് നിർബന്ധം വീടിയില്ല, 2 കൊണ്ടും വീടിയില്ല, 3 കൊണ്ടും വീടിയില്ല, അപ്പൊ ഉളൂനായിട്ടില്ല. പിന്നെ പറഞ്ഞ മഹത്വം കിട്ടാനോ? ഇപ്പറയുന്ന പാപങ്ങളൊക്കെ പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ രൂപത്തിലാകണം, എങ്കിലേ അത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടൂല. മുഖം കഴുകിയ ഒരാൾ, മുഖം കഴുകുന്ന ആള് നല്ലോണം ശ്രദ്ധിക്കണം. മുഖം കഴുകുമ്പോ താടി നല്ലോണം ഉണ്ടെങ്കിൽ സുഖാണ്. ആണുങ്ങളോട് പറയട്ടെ, താടി നല്ലോണം വളർത്തിയാൽ ഉളൂഇനൊരു സുഖമാണ്. കാരണം കുറച്ച് കഴിക്കാൻ മതി, ബാധ്യത കുറയും. തിങ്ങിയ താടി ഒന്നാകെന്താകണ്ടില്ല, കേൾക്കേണ്ടത്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ചില ആളുകൾ താടി ക്ലീൻ ആക്കും, എന്നിട്ട് മീശ കൊമ്പനാക്കും. മീശ കൊമ്പനാക്കിയാല് പ്രസ് ചെയ്യുന്ന പൈപ്പില്ലേ ബാത്റൂമിലൊക്കെ, അതെടുത്ത് അടിക്കേണ്ടി വരും ഉള്ളിലേക്ക് വെള്ളം ചേരെങ്കിൽ. കാരണം കൊമ്പന്റെ ഉള്ളിലേക്ക് വെള്ളം കൊടുത്തി കിട്ടൂല. മീശ വളർത്തേണ്ട സാധനമല്ല, അത് വെട്ടേണ്ടതാണ്. വെട്ടേണ്ട സംഗതിയാ മീശ. മീശ പരമാവധി ശ്രദ്ധാക്കി വെട്ടാം. മീശ വെട്ടേണ്ടതാണ്. ഇത് നേരെ അക്സ ഉണ്ടാകുക. മീശ കട്ടിയിൽ വളർത്തരുത്. കട്ടിയിൽ വളർത്തിയാൽ വെള്ളം നല്ലോണം ചേർന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. തിങ്ങിയ താടി തിക്കകറ്റൽ സുന്നത്താണ്. വെള്ളം താടിയുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള ഭാഗങ്ങൾ നനഞ്ഞ് വെള്ളം ഒലിച്ചാൽ തന്നെ മതി. കുറഞ്ഞ ഭാഗങ്ങളെ അവന് കഴുകാനുള്ളൂ. ബാക്കി ഭാഗങ്ങളൊക്കെ അവന്റെ താടി കൊണ്ട് ഫില്ലായി പോയി. പിന്നെ വെള്ളം കോരിയെടുത്ത് താടിയുടെ ഉള്ളിലേക്കാക്കുന്നത് ഒരു പ്രത്യേക സുന്നത്താണ്. മുഖാമുഖമായി സംസാരിക്കുമ്പോ ഉള്ളു കാണാത്ത രീതിയിലുള്ള താടി, അതാണ് അല്ലിഹിയത്തുൽ കതീഫ, തിങ്ങിയ താടി. അത് തിക്കകറ്റി വെള്ളം ചേർക്കുന്നത് സുന്നത്താണ്, നിർബന്ധമില്ല. അതേ സമയത്ത് കട്ടി കുറഞ്ഞ താടിയാണെങ്കിൽ, കുറ്റിത്താടിയാണെങ്കിൽ ഈ പറഞ്ഞ വിധിയിൽ ബാധകവും അല്ല. വെള്ളം നല്ലോണം ചേർക്കണം. ചേർക്കുന്ന സമയത്ത് കണ്ടില്ലേ, കാതിന്റെ കുറ്റി നനയുന്ന രൂപത്തിലാകണം മുഖം കഴുകേണ്ടത്. കാതിന്റെ അടുത്തെത്തിയാ പോലെ ഇവിടെ ചെറിയൊരു കുറ്റി കാണാം.
ഈ കുറ്റി നനയുന്ന രൂപത്തിലാകണം. മുടി മുളക്കുന്ന രൂപത്തിൽ നിന്നല്ല കൃത്യമായി തുടങ്ങേണ്ടത്. അപ്പുറത്തേക്ക് ഇതാ ഒരു വിരലിന്റെ നഖത്തിന്റെ വലുപ്പം കൂടി ഒന്ന് മേലോട്ട്, അവിടെ നിന്ന് തുടങ്ങുമ്പോ മേൽഭാഗത്ത് നിന്ന് അങ്ങനെയാ തുടങ്ങേണ്ടത്. അടക്കമുള്ള മഹാന്മാര് പഠിപ്പിച്ചില്ലേ, നിർബന്ധം പൂർത്തിയാകാൻ ആവശ്യമായത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കഴുകൽ നിർബന്ധമാണ്. മുടി മുളക്കുന്ന സ്ഥലമാണ് അതിർത്തി പറഞ്ഞത്. മുടി മുളക്കുന്ന സ്ഥലത്തുനിന്ന് തുടങ്ങി എന്ന് ഉറപ്പാകണമെങ്കിൽ കുറച്ചുകൂടി മേൽഭാഗത്തുനിന്ന് കഴുകണം. അപ്പൊ കറക്റ്റ് ഇവിടെ നിന്ന് തുടങ്ങിയാ പോരാ, കുറച്ചുകൂടി ഇപ്പുറത്തുനിന്ന് തുടങ്ങണം. അങ്ങനെ തുടങ്ങിയെങ്കിലേ കഴുകൽ ശരിയാവുകയുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയതാ താടിയുടെ ഭാഗം വരെ, ഒരു കാത് മറ്റൊരു കാതിന്റെ കുറ്റി വരെ, അതാണ് മുഖത്തിന്റെ വീതിയിലും നീളത്തിലുമുള്ള ഹദ്. ആ ഹദ് പൂർണ്ണമായും ഉമ്മമാരെ നിങ്ങൾക്കുമുള്ള ഹദ് അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായും വെള്ളം ഒഴുകണം. വെള്ളം നനയാതല്ല, വെള്ളം ഒഴുക്കണം. അങ്ങനെ ഒഴുക്കുന്നത് ഷർത്താണ്. ഈ 3 പ്രാവശ്യം കഴുകുന്നതിൽ നനയേണ്ട ഭാഗങ്ങളിലൂടെ വെള്ളം ഒഴുകിയാൽ നിർബന്ധം വീടി കിട്ടിയാൽ ഈ പറഞ്ഞ മഹത്വത്തിലേക്ക് എത്തും. 3 പ്രാവശ്യം കഴുകിയിട്ടും മുഖം കഴുകൽ പൂർണ്ണമായിട്ടില്ലേ എന്നാ പറയുന്ന മഹത്വവും കിട്ടൂല, വുളൂഉം ശരിയാകൂല, നിസ്കാരവും ലഭിക്കൂല. നിസ്കാരം വളരെ കൃത്യമാകണോ, അതിനേറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട മാർഗമാണ് വുളൂഅ്. വുളൂഅ് വളരെ കരുതലോടെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധയോടെ എടുക്കണം. അങ്ങനെ നല്ല ശ്രദ്ധയോടെ വുളൂഅ് എടുത്ത് നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന ഒരു മനുഷ്യൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി മറ്റു ഇബാദത്തുകളിലൊന്നും സ്ഥാപിക്കാത്ത വലിയൊരു ബന്ധമാണ് നിസ്കാരത്തിലൂടെ സ്ഥാപിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, മൻ സ്വല്ലാ സ്വലാത്തൻ ലം യഖറ ഫീഹാ ബി ഉമ്മിൽ ഖുർആനി ഫഹിയ ഖിദാജ്. ഉമ്മുൽ ഖുർആൻ ഓതാതെ ഒരാൾ നിസ്കരിച്ചാൽ, ഫാത്തിഹ ഓതാതെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരം ഫഹിയ ഖിദാജുൻ, അത് അപൂർണമാണ്. 3 തവണ തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു ഫഹിയ ഖിദാജുൻ, ഫഹിയ ഖിദാജുൻ, ഫഹിയ ഖിദാജ്, അത് അപൂർണമാണ്, നിസ്കാരം പൂർണ്ണമല്ല. ഫാത്തിഹ സൂറത്ത് നന്നായി ഓതണ്ടേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഇത് പറഞ്ഞപ്പോൾ ചോദിക്കപ്പെട്ടു, ഇന്നാ നകൂനു വറാഅൽ ഇമാമി, ഒരു ഇമാമിന്റെ പിന്നിന്നല്ലേ ഞങ്ങൾ നിസ്കരിക്കുന്നത്, ഇമാം ഓതിയ പോലെ ഞങ്ങൾ ഓതണോന്നാ ചോദ്യം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്റ ബിഹാ ഫീ നഫ്സിക, നിന്റെ സ്വന്തത്തിൽ നീ ഒരു ഫാത്തിഹ ഓതണം, സ്വന്തത്തിൽ നീ ഒരു ഫാത്തിഹ ഓതണം. ഇമാമിന്റെ ഫാത്തിഹ കൊണ്ട് നീ മതിയാക്കരുത് എന്നർത്ഥം. സഹോദരങ്ങളെ, ഫാത്തിഹ സൂറത്ത് ശരിയായ നിലക്ക് ഓതാതെ നിസ്കാരം കിട്ടുകയില്ല. ഫാത്തിഹ സൂറത്ത് ഓതുന്നത് വളരെ കൃത്യമായി നന്നായി പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പലപ്പോഴും ഞാൻ എന്റെ സംസാരങ്ങളിൽ, പ്രഭാഷണങ്ങളിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ ഫാത്തിഹ സൂറത്ത് ഒരാൾ ഓതുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫാത്തിഹ സൂറത്തിലൂടെ ഞാനും എന്റെ അടിമയും വല്ലാത്തൊരു ബന്ധമാണ് ബന്ധപ്പെടുന്നത്. ഖസംതു സ്വലാത ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ, നിസ്കാരത്തെ ഞാൻ ഭാഗിച്ചു എനിക്കും എന്റെ അടിമകൾക്ക് ഇടയിൽ 2 പകുതിയായിട്ട്. ഫാത്തിഹ സൂറത്തിലൂടെയാണ് ശരിക്കത് ബോധ്യപ്പെടുത്തി തരുന്നത്. എന്റെ അടിമ ചോദിക്കുന്നത് എന്റെ അടിമക്കുണ്ട്. അടിമ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബിസ്മി ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോ അല്ലാഹു തആല പറയുന്നു ഹമിദനി അബ്ദി, എന്റെ അടിമ എന്നെ സ്തുതിച്ചു. പിന്നെയും അടിമ ഓതുന്നു അർറഹ്മാനിർ റഹീം. അപ്പൊ അല്ലാഹു തആല പറയുന്നു അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ നല്ലോണം വാഴ്ത്തി, നല്ലോണം പ്രകീർത്തിച്ചു, പ്രശംസിച്ചു. പിന്നെ അടിമ പറയാണ് മാലിക് യൗമിദ്ദീൻ. അല്ലാഹു തആല പറയുന്നു മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്റെ മഹത്വം അംഗീകരിച്ചു. മറ്റാർക്കും ഇല്ലാത്ത എന്റെ സ്ഥാനവും അധികാരവും എന്റെ അടിമ സമ്മതിച്ചു പോയി. അതെ, പിന്നെ അടിമ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് എന്റെ അടിമ പറഞ്ഞാൽ ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇവിടുന്ന് അങ്ങോട്ട് എനിക്കും എന്റെ അടിമക്കിടയിലും നേർപകുതിയാണ്. അടിമ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം സഹായം അർത്ഥിക്കുകയും ചെയ്യുന്നു. പിന്നെ ചോദിക്കുന്നത് വലിയൊരു സഹായമാണ്. ഇവിടുന്ന് അങ്ങോട്ട് എന്റെ അടിമയുടെ ചോദ്യമാണ്, അടിമക്ക് ഞാൻ കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്നത്. എന്താ ഏറ്റവും വലിയ ചോദ്യം? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഇതെന്റെ അടിമ എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഹാദാലി അബ്ദി വലി അബ്ദി മാ സഅൽ, എന്റെ അടിമക്കുള്ളതാണിത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മുതൽ എന്റെ അടിമ എന്നോട് ചോദ്യം ആരംഭിച്ച് വല്ലാത്തൊരു ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത്. അതേ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ നീ ചേർത്തി തരണേ അല്ലാഹ്, ശരിയായ പാന്താവിൽ എന്നെ ഉറപ്പിച്ചു നിർത്തി തരണേ അല്ലാഹ്.
ശരിയായ മാർഗം സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ വലിയ അനുഗ്രഹം ചെയ്ത മഹാന്മാരില്ലേ, നബിമാരും ശുഹദാവും സിദ്ദീഖീങ്ങളും സാലിഹീങ്ങളും, ആ മഹാന്മാരുടെ മാർഗത്തിൽ എന്നെ നീ ചേർക്കണം അല്ലാ, എന്നെ നീ ഉറപ്പിച്ചു നിർത്തണം അല്ലാ, ഒരു നിലക്കും ഞാൻ അതിൽ നിന്ന് മാറിപ്പോകരുത്. ഏറ്റവും വലിയ ചോദ്യമാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. ഹിദായത്ത് ലഭിച്ചാൽ പിന്നെ എല്ലാം ലഭിച്ചു. അതുകൊണ്ടല്ലേ ഒരു ദിവസം 17 തവണ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യം. അള്ളാഹുവിനെ 17 തവണ അള്ളാഹുവിന്റെ മഹത്വങ്ങളൊക്കെ അംഗീകരിച്ച് വാഴ്ത്തിയിട്ട് അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തുമ്പോ ആ മഹത്വങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനെ മഹത്വപ്പെടുത്തിയിട്ടല്ലേ ചോദിക്കുന്നത്. അതൊരു സാധാരണ രൂപത്തിൽ അല്ലാഹു തആല കാണുകയില്ല. അള്ളാഹുവിന്റെ മഹത്വം അടിമ അംഗീകരിക്കുമ്പോ, അത് വാഴ്ത്തി പറയുമ്പോ ഏറ്റവും വലിയ സ്ഥാനത്തോടെ ബഹുമാനത്തോടെ അള്ളാഹു അതിനെ കണക്കാക്കുന്നു. സാധാരണ ഒരു ഹംദല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, മദീന പള്ളിയിൽ നിസ്കരിക്കാൻ വന്ന ഒരു സ്വഹാബി, പടച്ചോനെ എന്റെ റക്അത്ത് പോയി പോകുമെന്ന് കരുതിയിട്ട് വേഗം വന്ന് കൈ കെട്ടിയിട്ട് റുക്കൂയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തുമഈനത്ത് കിട്ടിയപ്പോ റുക്കൂയിൽ തസ്ബീഹ് ചൊല്ലി അടങ്ങി താമസിക്കാൻ നേരം കിട്ടിയിട്ട് റക്അത്ത് കിട്ടിയ സന്തോഷത്തിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ സാധാരണ എന്താ പറയല്, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത്ത്. ആ സ്വഹാബി റക്അത്ത് കിട്ടിയ സന്തോഷം കൊണ്ട് അന്ന് പറഞ്ഞു, റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. റക്അത്ത് അങ്ങോട്ട് കിട്ടിയ ഊറ്റത്തിൽ പറഞ്ഞ, ഈ റക്അത്ത് എനിക്ക് പോയില്ലല്ലോ, ജമാഅത്തിൽ ഈ റക്അത്ത് കിട്ടിയല്ലോ എന്നുള്ള നിലക്ക് അള്ളാഹുവിനെ അങ്ങോട്ട് സ്തുതിച്ചതാണ്. ഒരു വല്ലാത്തൊരു കട്ടിയുള്ള ഹംദ്. നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സലാം കിട്ടിയപ്പോ ചോദിച്ചു, ആരാണ് കൂടുതൽ ഹംദ് ചെയ്തത് അള്ളാഹുവിനെ? കൂടുതലായി ഹംദ് ചെയ്യുന്നത് കണ്ടല്ലോ, കേട്ടല്ലോ, ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ ഹംദ് ചെയ്തത്? അപ്പൊ ഹംദ് ചെയ്ത സ്വഹാബിയോടുണ്ട്. ആ സ്വഹാബി പറഞ്ഞില്ല. ആ സ്വഹാബി ചിന്തിച്ചു, പടച്ചോനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹംദ് ചെയ്യാൻ പറഞ്ഞത് ഓർമ്മയുണ്ട്, പക്ഷേ നിസ്കാരം കിട്ടിയ ആ സന്തോഷം കൊണ്ട്, ആ ഊറ്റം കൊണ്ട് ഞാൻ അങ്ങോട്ട് സ്തുതി അങ്ങോട്ട് കുറച്ച് കൂട്ടി പറഞ്ഞതാണ്. 2 തവണ ചോദിച്ചിട്ട് സ്വഹാബി മിണ്ടിയില്ല. 3ാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തു 12 മലക്കൻ, 12 മലക്കുകളെ ഞാൻ കണ്ടു. 12 മലക്കുകൾ തായോട്ട് ഇറങ്ങി വന്നിട്ട് അവർ തർക്കിക്കാണ്, ഈ ഹംദ് ഞാൻ കൊണ്ടുപോകാം അള്ളാഹുവിലേക്ക്, ഞാൻ കൊണ്ടുപോകാം. എല്ലാവരും ആ ഹംദ് അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാന്ന് പറഞ്ഞപ്പോ സ്വഹാബി പറഞ്ഞു, ഞാനാണത്, ഞാനാണ്. നിങ്ങൾ എന്തിനാ ഇത്രയും വലിയ ഹംദ് പറഞ്ഞു? ഒന്നുമല്ല നബിയെ, തങ്ങളോടൊപ്പം റുക്കൂയിൽ വന്നിട്ട് കൈ കെട്ടിയിട്ട് ഞാൻ റുക്കൂയിൽ അങ്ങോട്ട് റുക്കൂയിൽ നിന്നിട്ട് തസ്ബീഹൊക്കെ ചൊല്ലി റക്അത്ത് കിട്ടിയ സന്തോഷം വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷം കാരണം സമി അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയൊരു സാധാരണ ഹംദൊന്നും കൊടുത്താൽ പോരാ അല്ലാഹു തആലക്ക്. ഈ റക്അത്ത് മുടങ്ങാതെ എനിക്ക് തന്നല്ലോ അല്ലാഹു തആല. റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് മുതൽ ആ ഹംദ് ഞാൻ ഏറ്റെടുത്തു. ഈ ഹംദ് 12 മലക്കുകൾ കൊണ്ടുപോകാൻ അങ്ങനെ മത്സരിക്കുന്ന ഹംദാണല്ലേ. പിന്നെ ഈത്തിദാലിൽ ഞാൻ ആ ഹംദ് വിട്ടില്ല. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മിൽ അൽ-അർളി എന്നുള്ള ആ ഹംദിന്റെ കൂടെ അല്ലാഹു തആലനെ കൂടുതൽ ഞാൻ സ്തുതിച്ചു. റബ്ബനാ ലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. അല്ലാഹു തആലക്ക് ഒരു ഹംദുലില്ലാഹ് എന്ന് ചൊല്ലിയ ഒരു അടിമ അല്ലാഹു തആലനെ പ്രകീർത്തിക്കുന്നത് വലിയ സ്ഥാനത്തോടെ അല്ലാഹു തആല കാണുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, തുമ്മിയ ആള് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്ത് ഇർഹമുക്കല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ദുആക്ക് പ്രത്യേക ഇജാബത്ത് ഉണ്ട് എന്ന് പറഞ്ഞത്. കാരണം ഹംദിന് ശേഷമുള്ള ഒരു ദുആയാണത്, അതൊരു സാധാ ദുആ അല്ല. ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോ കേൾക്കുന്ന ആള് ഇർഹമുക്കല്ലാഹ് എന്ന് പറയുന്ന ആ ദുആഇന് എന്താണ് ഇത്ര ഇജാബത്തിന്റെ കാരണം? അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹു തആലാനെ വാഴ്ത്തി പ്രകീർത്തിച്ച ശേഷമാണ് ഈ ദുആ. ആ ദുആഇനൊരു പ്രത്യേക ഇജാബത്തുണ്ട്. അതൊരു ചെറിയ ദുആയി കാണാൻ പാടില്ല. മഹാന്മാരൊക്കെ അത്രയും കട്ടിയിൽ കനത്തിൽ കണ്ടതാണ്. വലിയ പണ്ഡിതനല്ലേ ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ഒരു കപ്പലിൽ യാത്ര ഇങ്ങനെ തുടങ്ങി, കടലിലെ ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര തുടങ്ങിയപ്പോ കപ്പൽ ഇങ്ങനെ പുറപ്പെട്ടിട്ടേ ഉള്ളൂ. കരഭാഗത്ത് നിന്ന് കരയിൽ നിന്ന് ഒരാള് തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് ചെല്ലുന്നത് കേട്ടു. തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് ചെല്ലുന്നത് കേട്ടാല് അയാൾക്ക് കേൾപ്പിക്കുന്ന രൂപത്തിലാകണല്ലോ ഇർഹമുക്കല്ലാഹ് എന്ന് പറയേണ്ടത്. അപ്പോഴാണ് തിരിച്ചിങ്ങോട്ട് ദുആ കിട്ടുക, യഹ്ദീകുമുല്ലാഹ് യുസ്ലിഹു ബാലക്കും എന്നുള്ള ദുആ. അതിനിപ്പോ കപ്പലിന്റെ ഉള്ളിൽ നിന്ന് അയാൾ കേൾക്കൂലല്ലോ എന്ന് കരുതിയിട്ട് വേറെ ചെറിയ ഒരു ബോട്ട്, കടലിലൂടെ ഓടുന്ന ഒരു ബോട്ട് ഒരു ദിർഹമിന് വാടക എടുത്തു. അപ്പൊ കപ്പലിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, ഈ അബൂദാവൂദ് ഇമാമിന് ഒരു സുഖമില്ലാന്ന് തോന്നുന്നു. എല്ലാവരുടെയും യാത്ര കുറച്ചു നേരം ബ്ലോക്ക് ആക്കിയിട്ട് ഇപ്പൊ ചെറിയ ഒരു ബോട്ട് വാടകക്കെടുത്ത് പിന്നെ ഒന്ന് കരയിലേക്ക് പോയി, കരയിൽ തുമ്മി അൽഹംദുലില്ലാഹ് ചൊല്ലിയ ആളോട് ഒരു ദുആ കൂടി പറഞ്ഞ് ഇനിയും തിരിച്ചു വന്ന് എന്തെല്ലാം പരിപാടിയാണ്. ഈ ആൾക്കാരൊക്കെ ഇനി ഒന്നുകൂടി ഇവിടെ ഇങ്ങനെ ഇടങ്ങേറായിരിക്കണ്ടേ? പക്ഷേ അവര് ഹംദിനെ കണ്ട വിലയും ഹംദിന്റെ ശേഷമുള്ള ദുആഇന് കണ്ട മൂല്യവും അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. അതൊരു ചെറിയ സംഗതിയല്ല. അബൂ ദാവൂദ് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനല്ലേ.
ആ മഹാനുഭാവൻ 1 ദിർഹം വാടകയ്ക്ക് കൊടുത്ത് ചെറിയ ഒരു ബോട്ടിലൂടെ കരയിലേക്ക് എത്തിയിട്ട് തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് ചൊല്ലിയ ആളടുത്ത് വന്നിട്ട് പറഞ്ഞു, യർഹമുക്കല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നൊരു ദുആ. അപ്പോൾ അദ്ദേഹം തിരിച്ചിങ്ങോട്ടും ദുആ ചെയ്തു കൊടുത്തു, യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. എത്ര വലിയ ദുആയാണത്, യഹ്ദീകുമുല്ലാഹ്. ഈ യർഹമുക്കല്ലാഹ് എന്ന് ദുആർക്കാൻ വേണ്ടി നിങ്ങളെ മനസ്സ് തോന്നിപ്പിച്ച അള്ളാഹു നിങ്ങൾക്ക് തന്ന ഹിദായത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. വയുസ്ലിഹു ബാലക്കും, നന്മക്ക് പ്രചോദനമുള്ള നിങ്ങളെ മനസ്സിന് കൂടുതൽ നന്മക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന ദുആയും നൽകിയിട്ട് തിരിച്ച് കപ്പലിലേക്ക് വന്നു. കപ്പലിലേക്ക് വന്നപ്പോ കപ്പലിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. സ്വാഭാവികമായും നോക്കുമല്ലോ, ഒരു യർഹമുക്കല്ലാഹ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരാൾ ബോട്ടും വാടകയ്ക്ക് വിളിച്ചു പോകുമ്പോ എന്തൊരു പണിയാണ് വിഷയം. വലിയൊരു പണ്ഡിതനായതുകൊണ്ട് ആരും അങ്ങനെ എതിർക്കൂല, ആരും അങ്ങനെ ചോദിക്കൂല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ കപ്പലിന്റെ ഉൾഭാഗത്തിരുന്നൊരു അശരീരി, യാ അഹ്ലസ് സഫീന, ഓ കപ്പൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ, ഇന്ന അബാ ദാവൂദ ഇഷ്തറൽ ജന്നത മിനല്ലാഹി ബിദിർഹം. ഈ കാണുന്ന അബൂ ദാവൂദ് ഇമാമില്ലേ, അല്ലാഹുവിൽ നിന്ന് സ്വർഗം വാങ്ങിയിരിക്കുന്നു. ഒരൊറ്റ ദിർഹം ചെലവാക്കിയിട്ട്, ഒരൊറ്റ ദിർഹമിനല്ലേ ബോട്ട് വാടകയ്ക്ക് എടുത്തു പോയത്. പോയിട്ട് ചൊല്ലിയ ദുആ എന്താണ്? യർഹമുക്കല്ലാഹ്. അതൊരു ചെറിയ ദുആ അല്ലല്ലോ. ആ യർഹമുക്കല്ലാഹ് എന്നുള്ള ദുആ കിട്ടാനല്ലേ യഹൂദികൾ പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നിട്ട് ഒന്ന് തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്നങ്ങ് പറയും. നബി തങ്ങളെ യർഹമുക്കല്ലാഹ് എന്നുള്ള ദുആ കിട്ടാനോ, കിട്ടിയവനെ വെച്ചിട്ടാണോ? യർഹമുക്കല്ലാഹ് എന്ന് ദുആ കിട്ടാൻ വേണ്ടിയിട്ട് തങ്ങളെ എടുത്ത് വന്നിട്ടാണ് തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കൊടുക്കും, യഹ്ദിക്കുമുല്ലാഹ്. അവർക്ക് ദുആ കൊടുക്കും, ഒരു ദുആലെ വേണ്ടി ദുആ കൊടുക്കും, യഹ്ദിക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ എന്ന് ദുആ കൊടുക്കും. ദുആർക്കാതെ വിടുന്നില്ല, ദുആ അല്ല ദുആനല്ല ദുആ കൊടുക്കുന്നത്, യഹ്ദിക്കുമുല്ലാഹ് ദുആ കൊടുക്കും. യർഹമുക്കല്ലാഹ് എന്ന് കിട്ടിയാൽ അവർ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായി പോകുമല്ലോ. തങ്ങളെ ഒരു ബർക്കത്തിന്റെ ദുആ അല്ലേ കിട്ടുന്നത്. തങ്ങൾ ആ ദുആ കിട്ടാൻ വേണ്ടിയിട്ട് അവർ വന്നിട്ട് ഒരു തുമ്മലും ഒരു അൽഹംദുലില്ലാഹ്. അബൂ ദാവൂദ് ഇമാം റളിയല്ലാഹു അൻഹു ഒരൊറ്റ ദിർഹം ചെലവാക്കിയിട്ട് അല്ലാഹുവിൽ നിന്ന് സ്വർഗം വാങ്ങിയിരിക്കുന്നു. ആ ദുആർന്ന ആളെ ദുആ അല്ലാഹു തആല സ്വീകരിച്ചു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഹംദിന്റെ ശേഷമുള്ള ദുആ സാധാരണ ദുആയല്ല. അല്ലാഹു തആലാക്ക് നമ്മൾ ഫാത്തിഹയിലൂടെ ഹംദ് ചൊല്ലുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിനൊക്കുന്നൊരു ഹംദ് ലോകത്ത് വേറെ ഇല്ല. സഹോദരങ്ങളെ, ഖുർആനിൽ വേറെയും ഹംദിന്റെ 4 സൂറത്തുകളുണ്ട്. അതൊക്കെ ഫാത്തിഹയ്ക്ക് ശേഷം വന്ന ഹംദാണ്. ഏറ്റവും വലിയ ഹംദ് അതായത് കൊണ്ടാണ് ഫാത്തിഹയിൽ അല്ലാഹു ഇത് കൊണ്ടുവന്നത്. ഏറ്റവും വലിയ ഹംദ് ഏതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശേഷം ഹംദ് കൊണ്ട് വേറെ സൂറത്തില്ലേ, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅല അൽ-ളുമാതി വൻ-നൂർ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർളി ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹതിൻ മസ്നാ വസുലാസ വറുബാ. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വലഹുൽ ഹംദു ഫിൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ. ഈ 4 ഹംദും ആ വലിയ ഹംദിന്റെ ചുവട്ടിലുള്ള ഹംദാണ്. ഏറ്റവും വലിയ ഹംദ് ഏതാണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹയിലൂടെ ഒരു അടിമ അല്ലാഹുവിനെ ഏറ്റവും വലിയ പ്രശംസ പ്രശംസിക്കുന്നു, പിന്നെയും അത് ആവർത്തിക്കുന്നു, അല്ലാഹുവിന്റെ അധികാരം സമ്മതിക്കുന്നു. ഇതൊക്കെ സമ്മതിച്ചിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ ചെയ്ത ശേഷം പിന്നെ അല്ലാഹുവിനോട് ചോദിക്കുന്നു. ആ ചോദ്യം എന്റെ അടിമക്കുണ്ട് എന്നല്ലേ അല്ലാഹു പറഞ്ഞത്. വലിയ അബ്ദീ മാ സഅൽ, എന്റെ അടിമക്കുണ്ട്. ഫാത്തിഹയിലൂടെ നിസ്കാരത്തിലൂടെ പകുതി എനിക്കും പകുതി എന്റെ അടിമക്കുമാണ്. ഇങ്ങനെ അല്ലാഹുവിന് പകുതിയും അടിമക്ക് പകുതിയുമായി ബന്ധമുള്ളൊരു അമല് നിസ്കാരമല്ലാതെ വേറെ കാണൂല. ഓരോ നിസ്കാരത്തിലും അടിമ യജമാനനായ റബ്ബിനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. അതേ, ആ നിസ്കാരത്തിൽ തന്നെ ഏറ്റവും അടുപ്പമുള്ളൊരു അമലുണ്ട്, അള്ളാഹുവിന് മാത്രം നിർവഹിക്കുന്ന അമല്. ലോകത്തത് മറ്റൊരാൾക്കും നിർവഹിച്ചുകൂടാ. എന്താണ് സഹോദരങ്ങളെ അത്? അതാണല്ലോ സുജൂദ് എന്ന് പറയുന്നത്. ശ്രേഷ്ഠമായ അമലല്ലേ അത്? നിസ്കാരത്തിലുള്ള അമലല്ലേ? സാധാരണ മറ്റു ഇബാദത്തുകളിലുണ്ടോ അത്? ഇല്ലല്ലോ. അത് അള്ളാഹുവിന് മാത്രമുള്ളൊരു അമലല്ലേ? മറ്റൊന്നിനും നിർവഹിക്കപ്പെടാൻ പാടില്ലാത്ത ഒന്നല്ലേ അത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് മരങ്ങൾ സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോ, കല്ലുകൾ സുജൂദ് ചെയ്യുന്നത് കണ്ടപ്പോ, അതേ ജീവജാലങ്ങൾ വന്നിട്ട് നബി തങ്ങളെ മുന്നിൽ നമിക്കുന്നത് കണ്ടപ്പോ, സഹാബിമാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിച്ചില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കാലിന്റെ മുന്നിൽ വെച്ച് ഒരു സുജൂദ് അങ്ങ് ചെയ്യട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പറ്റൂല.
നിങ്ങൾ എനിക്ക് സുജൂദ് ചെയ്യുകയോ അത് പാടില്ല. ലൗ അമർതു അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ ഉത്തരവിടുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. കടപ്പാട് നോക്കുകയാണെങ്കിൽ വലിയ ബന്ധവും വലിയ കടപ്പാടും ഭാര്യമാർക്ക് ഭർത്താവിനോടുണ്ട്. തിരിച്ച് കടപ്പാടില്ല എന്ന് മനസ്സിലാക്കരുത് കേട്ടോ, തിരിച്ചും കടപ്പാടുണ്ട്. പക്ഷേ ഭാര്യക്ക് ഭർത്താവിനോട് നല്ലോണം കടപ്പാടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കടമ നിർവഹിക്കട്ടെ എന്ന് കരുതിയിട്ട് ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അങ്ങനെയും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിക്ക് സുജൂദ് ചെയ്തുകൂടാ. ഒരു വ്യക്തിയും ഒരു സൃഷ്ടിക്കും സുജൂദ് ചെയ്തുകൂടാ. സുജൂദ് അള്ളാഹുവിന് മാത്രമുള്ളൊരു ഇബാദത്താണ്. അത് അള്ളാഹു തആല നമുക്ക് നൽകിയ ഇബാദത്താണ് നിസ്കാരം. അതുകൊണ്ടല്ലേ സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് പോയി ചോദിച്ചു, ദുല്ലനി അലാ അമലിൻ യൻഫഉനി ഔ യുദ്ഖിലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റുന്ന നല്ലൊരു അമൽ എനിക്ക് പറഞ്ഞു തരുമോ നബിയേ? കുറച്ചു നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. പിന്നെ എന്നിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, സൗബാൻ അലൈക ബിസ്സുജൂദ്. ഒരു കാര്യം പറയാം, സുജൂദ് ചെയ്യണമെങ്കിൽ നിസ്കരിക്കണമെങ്കിൽ എന്ത് വേണം? ശുദ്ധി വേണം, വേണ്ടേ? വേണം. നിസ്കരിക്കണമെങ്കിൽ പാലിക്കേണ്ട നിബന്ധനകളൊക്കെ സുജൂദിനും പാലിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ശുക്രിന്റെ സുജൂദാണെങ്കിലും നിസ്കരിക്കാൻ വുളൂ നിബന്ധനയായതുപോലെ ശുക്രിന്റെ സുജൂദിനും വുളൂ വേണം. അല്ല ശുക്രാന്ന് കരുതിയിട്ട് നമ്മൾ തലവെച്ചാൻ പറ്റൂലത്. പാലിക്കേണ്ട നിബന്ധനകളൊക്കെ അതിനും പാലിക്കണം. ആ ശുക്രിന്റെ സുജൂദും അല്ലാഹു തആലക്കുള്ളത് തന്നെയാണ്, വേറെ ആർക്കുള്ളതല്ല, അല്ലാഹു തആലക്കുള്ളതാണ്. അലൈക ബിസ്സുജൂദ്, തൗബാനെ നിങ്ങൾ സുജൂദ് നിർബന്ധമാക്കണം. ഫഇന്നി സമീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ മിൻ അബ്ദിൻ യസ്ജുദു ലില്ലാഹി സജ്ദ, അല്ലാഹു തആലാക്ക് ഒരൊറ്റ സുജൂദ് നിർവഹിക്കുന്ന ഒരു അടിമയും ഇല്ല, ഇല്ലാ റഫഅഹു അല്ലാഹു ബിഹാ അസ്സ വജല്ല ദറജ വഹത്ത അൻഹു ബിഹാ ഖതീആ. സുജൂദ് കൊണ്ട് അല്ലാഹു തആല ഓരോ അടിമക്കും വലിയ ദറജകൾ ഏറ്റി കൊടുക്കും. തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല താഴ്ത്തി കൊടുക്കും. സുജൂദ് സുജൂദാകുന്ന രൂപത്തിൽ ചെയ്യണം. സുജൂദിന് 7 അവയവങ്ങൾ കൃത്യമായി സുജൂദിൽ വെക്കണം. സഹോദരങ്ങളെ, സുജൂദ് വെക്കും സുജൂദിലെത്തുന്ന സമയത്ത് എല്ലാ അവയവങ്ങളും സുജൂദ് ചെയ്യണമെന്ന അർത്ഥത്തിൽ മഹാന്മാര് പറഞ്ഞല്ലോ, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അല്ലാഹു തആലാക്ക് നിർവഹിക്കുന്ന ഒരു ഇബാദത്താണ് സുജൂദ്. നേരത്തെ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഖുശൂഇനോ മറ്റോ വേണ്ടി കണ്ണ് ചിമ്മിയിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകൂടി തുറക്കേണ്ട ഒരു സമയമാണ് സുജൂദിൽ. സുജൂദിൽ കണ്ണ് തുറക്കുമ്പോഴാണ് കണ്ണിന്റെ സുജൂദ് വരുന്നത്. കണ്ണ് പൂട്ടരുത്, കണ്ണ് തുറക്കണമെന്നാ പഠിപ്പിക്കുന്നത്. എന്തിന്? കണ്ണിന്റെ സുജൂദ് ലഭിക്കാൻ കണ്ണ് ഓപ്പൺ ചെയ്യണം. സുജൂദിൽ വെക്കേണ്ട രൂപത്തിൽ അവയവങ്ങൾ വെക്കണം. കാൽമുട്ട് വെക്കണം. അതുപോലെ തന്നെ കാലിന്റെ വിരലുകൾ അത് ശരിയായ നിലക്ക് മടക്കി വെക്കണം. കൈയിന്റെ വിരലുകൾ അത് ശരിയായ നിലക്ക് പരത്തി വെക്കണം. അതേ നെറ്റിയും മൂക്കുമൊക്കെ നിലത്ത് നന്നായ രൂപത്തിൽ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം. എന്നിട്ട് വളരെ വണക്കത്തോടെ വിനയത്തോടെ ബഹുമാനത്തോടെ ഏറ്റവും ശ്രേഷ്ഠമായ അവയവങ്ങളൊക്കെ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ട് വളരെ വണക്കത്തോടെ വിനയത്തോടെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ അല്ലെങ്കിൽ സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ് തസ്ബീഹ് നീ ചൊല്ലണം. സുജൂദിൽ എത്രയോ കഴിയുന്ന തസ്ബീഹ് നീ വർദ്ധിപ്പിക്കണം. സഹോദരങ്ങളെ, സുജൂദിൽ അവയവങ്ങളൊക്കെ വെക്കുന്നിടത്ത് നല്ലോണം പ്രസ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞില്ലേ? പണ്ഡിതന്മാരെ കൂട്ടത്തിൽ ചിലര് സുജൂദ് ഒരു മനുഷ്യന് ആരോഗ്യം നൽകുന്നതിൽ ഏറ്റവും വലിയ അമലായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാ തരത്തിൽ പ്രസ് ചെയ്ത് വെക്കണം. കാലിന്റെ ഒരു വിരലിങ്ങനെ തൊട്ടോ തൊട്ടില്ലേ എന്നുള്ള സംശയത്തോടെ വെച്ചാ പോരാ. വിരലുകളൊക്കെ പരമാവധി മടക്കി വെക്കണം. കാലിന്റെ വിരലിന്റെ പള്ളകളൊക്കെ ശരിയായ നിലക്ക് മടക്കി വെക്കണം. കാലിന്റെ വിരലിന്റെ പുറം ഭാഗമല്ല വെക്കേണ്ടത്. അങ്ങനെ ചില ആളുകൾ കാല് തൊടാതെ പൊക്കി നിർത്തുന്നു. അതെന്ത് സുജൂദാണ്? ചില ആളുകൾ കാലിന്റെ മേലെ കയറ്റി വെക്കുന്നു. സുബ്ഹാനല്ലാഹ്, 10 ആള് സുജൂദ് ചെയ്ത് ഫോട്ടോ എടുത്താൽ ഏതെങ്കിലും ഒരാൾ ശരിയായി കിട്ടുമോ എന്നെ സംശയമാണിപ്പോ. എല്ലാവരും പഠിക്കുന്ന സുജൂദ് ഒരുപോലെ തന്നെയല്ലേ? പിന്നെ എങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ വരുന്നത്? ചില ആളുകൾ സുജൂദിന്ന് എഴുന്നേൽക്കേണ്ടത് എങ്ങനെ? അതിനെ രൂപത്തിലാണ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുക. എഴുന്നേൽക്കാൻ പറ്റിയ പാകത്തിൽ ഇങ്ങനെ കുത്തിയല്ല വെക്കേണ്ടത്, ഇങ്ങനെ പരത്തിയാ വെക്കേണ്ടത്. കൈയിന്റെ വിരൽ ഇങ്ങനെ പരത്തി വെക്കണം. അവിടുന്ന് ഇങ്ങനെ എഴുന്നേൽക്കാൻ വേണ്ടി പോകാൻ വേണ്ടി വെച്ച ഒരു കളിയും തമാശക്കും വെച്ചതാ. ശരിയായ രൂപത്തിൽ തന്നെ നല്ലോണം പ്രസ് ചെയ്ത് വെക്കണം. നെറ്റിയും മൂക്കും കൈയിന്റെ മുട്ടും കാലിന്റെ മുട്ടും കൈയിന്റെ വിരലും കാലിന്റെ വിരലൊക്കെ പ്രസ് ചെയ്ത് വെക്കണം. അത് കുറെ നേരം ഒരേ രൂപത്തിൽ അങ്ങനെ വെച്ച് എഴുന്നേൽക്കുമ്പോൾ ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗങ്ങളിൽ രക്തോട്ടത്തിന് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടും. അപ്പോഴാണ് ബ്ലോക്ക് നീങ്ങുക എന്ന് പറയുന്നത്. അപ്പൊ ബ്ലോക്കൊക്കെ നീങ്ങാൻ ഏറ്റവും നല്ല പരിഹാരമാണ് സുജൂദിൽ തസ്ബീഹ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സുജൂദ്. അതിന് നമ്മൾ ആൾക്കാർക്ക് നേരം വേണ്ടേ?
നമ്മളെ ആൾക്കാർക്ക് സുന്നത്ത് നിസ്കാരത്തിൽ തസ്ബീഹ് ഒരു വട്ടം തന്നെ ചെല്ലിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പുറത്ത് നോക്കിയിട്ട് പറയാം. ഒരു 3 വട്ടെങ്കിലും ചെല്ലണ്ടേ? മഹാന്മാരൊക്കെ സുന്നത്ത് ഒറ്റക്ക് നിർവഹിക്കുമ്പോൾ 7ഉം 11 ഒക്കെ തസ്ബീഹ് പാലിച്ചവരാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ. അതൊക്കെ ആ രൂപത്തിൽ പാലിച്ചാൽ പിന്നെ വേറെ കുറെ ഉപകരണങ്ങൾ വാങ്ങിയിട്ട് ഇടങ്ങേറാകേണ്ട ആവശ്യമില്ല. മട്ടത്തിലുള്ള നിസ്കാരം തന്നെ മതി, ശരിയായ നിലക്കുള്ള നിസ്കാരം തന്നെ മതി. നല്ല പരിഹാരമാണ്. അതിന് നമുക്ക് ഒഴിവില്ല. വേറെ ചെലവ് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാനും ഓടാനൊക്കെ പറ്റും. കൃത്യമായി നിർവഹിക്കേണ്ട രൂപത്തിൽ കാലും കൈയും ഒക്കെ വെച്ച് അതിന്റെ ഭംഗി പോലെ നിർവഹിച്ചാൽ കിട്ടേണ്ട രൂപമൊക്കെ കിട്ടും. കാലിന്റെ മുട്ടിനോ ചിരട്ടക്കോ ഒരു തകരാറുണ്ടാവില്ല. വെക്കേണ്ട രൂപത്തിൽ പ്രസ് ചെയ്ത് വെക്കണം. കുറെ നേരം അങ്ങനെ വെച്ചുകൊണ്ട് തസ്ബീഹ്. പ്രത്യേകിച്ച് ഇനി വരുന്ന മാസം ഇതും കൂടി കഴിഞ്ഞാല് റമദാനാണ്. തറാവീഹൊക്കെ കുറച്ചെങ്കിലൊക്കെ ഒന്ന് സ്പീഡ് കുറച്ച് തസ്ബീഹൊക്കെ ഒരു 3 വട്ടെങ്കിലൊക്കെ ചെല്ലി അത് കുടഞ്ഞു നിൽക്കുന്ന സ്വഭാവമൊക്കെ മാറ്റണം. എങ്ങോട്ടാ അതിങ്ങനെ കുടഞ്ഞു പോകുന്നത്? ഹറമിലൊക്കെ പോയി നോക്ക് നിങ്ങൾ. എത്ര വയസ്സായ ആളുകൾ എത്ര മണിക്കൂർ, 1-1.25 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ നിങ്ങളുടെ തറാവി നിസ്കരിക്കുന്നത്. അവരെ കാണുമ്പോൾ തന്നെ നമ്മളൊക്കെ നാണിച്ചു പോലെ. എത്ര ദീർഘനേരമുള്ള ഓത്ത് കേട്ടിട്ട് അവരൊക്കെ നിസ്കരിക്കുന്നത്. വജ്ജത്ത് ഓതിയിട്ട് ഒരു ഇമാമ് തറാവി നിസ്കരിച്ചപ്പോ ആ ഇമാമിനോട് ബാക്കിലുള്ള ഒരാൾ പറഞ്ഞു, വജ്ജത്തൊക്കെ സുന്നത്താണ്, സംഗതിയൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പൊ തൽക്കാലങ്ങൾ വജ്ജത്തൊന്നും ഓതണ്ട. വജ്ജത്ത് ഓതിയ ഒരു സ്വഫ് ആള് പറഞ്ഞു പോകുന്നു. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. എന്ത് വർത്തമാനമാ നമ്മൾ ആൾക്കാർ ഈ പറയുന്നത്? എന്നാ വജ്ജത്ത് ഫുള്ളായിട്ട് ഓതുന്നില്ലെങ്കിൽ ആ കറാഹത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ് എന്നോ അല്ലെങ്കിൽ അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി എന്നോ ഒരു ചെറിയ രൂപത്തിലുള്ള വജ്ജത്തെങ്കിലും ഓതണ്ടേ? നമ്മളാൾക്കാർക്ക് സുന്നത്തൊക്കെ പാലിക്കുന്നതിനോട് ഒരു വിരോധം പോലെയാണ് ചില സംസാരം കേൾക്കുമ്പോൾ. ഒരാൾ ജനാസ നിസ്കരിച്ചപ്പോൾ അഊദ് ഓതി. ഒരു സ്ഥലത്ത് അഊദ് ഓതിയപ്പോൾ അയാളെ പിരിച്ചുവിടണം എന്ന് ബാക്കുന്ന ഒരാൾ. കാരണം അയാൾ നിസ്കരിച്ച എത്രയും കാലത്തെ നിസ്കാരത്തിൽ, ജനാസ നിസ്കാരത്തിൽ അയാൾ അഊദ് കേട്ടിട്ടില്ലായിരുന്നു. അതാ കുഴപ്പം പറ്റിയത്. അയാൾ അറിവിന്റെ ഒരു കുഴപ്പമാണെന്ന് കൂട്ടിയാൽ മതി, വേറൊന്നും കൂട്ടേണ്ടതില്ല. അയാൾക്കത് അറിയില്ലാതെ പരിഗണിച്ചാൽ പോരെ. മയ്യത്ത് നിസ്കാരത്തിലും അഊദ് സുന്നത്തില്ലേ? എപ്പോഴെങ്കിലും ഒക്കെ ഒരു നിസ്കരിക്കുന്ന ജനാസ നിസ്കാരമില്ല, എന്നാ കുറച്ചെങ്കിലും സുന്നത്ത് പാലിക്കണ്ടേ? അഊദ് ഓതി നിസ്കരിക്കണം. ഫാത്തിഹ ഓതുമ്പോ ജനാസ നിസ്കാരത്തിലാണെങ്കിലും രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത് ചെല്ലുന്നതിന് മുമ്പ് ഒരു ഹംദ് ചൊല്ലൽ സുന്നത്തുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തിന്റെ കൂടെ സലാമും ചൊല്ലൽ സുന്നത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം. ഒരു വാക്കൂടി കൂട്ടി കൊടുത്താൽ മതി. അപ്പോഴേക്ക് കബറിലേക്ക് പോകാനുള്ള ആൾ പ്രശ്നം ആക്കൂല, അയാൾക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം. അതൊക്കെ കഴിഞ്ഞ് സ്വലാത്തും കഴിഞ്ഞിട്ട് ഒരു ചെറിയ ദുആ, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിസ്കരിക്കുന്ന ഒരു ജനാസ നിസ്കാരമല്ലേ, പരമാവധി സുന്നത്തുകൾ അതിൽ പാലിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. കഴിവിന്റെ പരമാവധി സുന്നത്ത് പാലിക്കുമ്പോ നിസ്കാരത്തിന് സ്വീകാര്യത കൂടുതലായി കിട്ടും. അതുകൊണ്ട് സഹോദരങ്ങളെ, സുജൂദിലുള്ള തസ്ബീഹിന്റെ എണ്ണം കുറക്കരുത്. പരമാവധി ഒറ്റക്ക് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ എത്ര തസ്ബീഹ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവസാനം ഇറങ്ങിയ സൂറത്ത് ഏതാണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന സൂറത്തല്ലേ അവസാനം ഇറങ്ങിയത്. ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് ഏതാണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഈ സൂറത്ത് ഇറങ്ങിയ ശേഷം വഫാത്ത് വരെ സുന്നത്ത് നിസ്കരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലും റുകൂയിലും തസ്ബീഹ് വർദ്ധിപ്പിക്കുന്നു. 60-70 തസ്ബീഹ് സുജൂദിലും റുകൂയിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്ത് നിസ്കാരത്തിൽ കൂടുതലായി ചൊല്ലുന്നു. സുന്നത്ത് നിസ്കരിക്കുന്ന നമ്മൾ ഒരു 3 അതിൽ ശ്രദ്ധിക്കണം. കഴിയുമോ ഒരു 5 ചൊല്ലിക്കോ, അതിലും അധികം കഴിയുമോ 7 ചൊല്ലിക്കോ, പിന്നെയും നിനക്ക് കഴിയുമോ ഒരു 11 ചൊല്ലിക്കോ. എന്നാ സഹോദരങ്ങളെ, ആ സുജൂദിന്റെ ഭംഗി ഒരു സാധാരണ സുജൂദ് പോലെയല്ല. അല്ലാഹു സ്ഥാനം ഏറ്റിത്തരുന്ന ഒന്നാണ് നിസ്കാരം. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നിസ്കാരമല്ലേ. മഹാന്മാരങ്ങനെയല്ലേ കണ്ടെത്തിയത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും എന്തെങ്കിലും ഒരു പ്രശ്നം തങ്ങൾക്ക് വരുമ്പോ, ഒരു വിഷമാവസ്ഥ വരുമ്പോ ആദ്യം തങ്ങൾ നിർവഹിക്കുന്ന കാര്യം 2 റക്അത്ത് നിസ്കാരമാണ്. നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യലാണ്. ബദറിലും അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. നിസ്കാരത്തിൽ സുജൂദിൽ അങ്ങനെ നെറ്റിവെച്ച് കുറെ നേരം നെറ്റി ഉയർത്താതെയായപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് സമ്മതം ചോദിച്ചിട്ട് ഞാൻ പന്തലിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നു. എന്റെ കാത് ഞാനൊന്ന് അടുപ്പിച്ചു വെച്ച് നോക്കിയപ്പോ സുജൂദിലായിട്ട് തങ്ങൾ ആവർത്തിച്ച് വിളിക്കുന്നുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. കുറെ നേരം
നേരം വിളിച്ച ശേഷം ഒറ്റ ദുആ, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബത ഫലാ തുഅബദു ഫിൽ അർളി അബദാ. ഈ ന്യൂനപക്ഷത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ അല്ലാഹ് പിന്നെ ഭൂമിയിൽ നിനക്ക് ഇബാദത്ത് എടുക്കാൻ ഒരൊറ്റ കുട്ടിയും ഉണ്ടാകില്ല. സുജൂദിൽ അങ്ങനെ ദുആ ചെയ്തിട്ട് തല ഉയർത്തിയിട്ട് അത്തഹിയ്യാത്ത് ചൊല്ലിയിട്ട് സ്വലാത്തും ചൊല്ലി സലാം വീട്ടിയപ്പോഴേക്ക് തങ്ങൾ പറഞ്ഞില്ലേ, ഖദ് ജാഅത്തിൽ ബുശ്റാ, ഖദ് ജാഅത്തിൽ ബുശ്റാ, സന്തോഷം വന്നെത്തിപ്പോയി. അപ്പോഴേക്കതാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ, മീകായിൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ തായോട്ടിറങ്ങിപ്പോയി. സഹോദരങ്ങളെ, രോഗശമനത്തിന് വേണ്ടിയും അങ്ങനെ തന്നെ നിസ്കരിച്ചിട്ടുണ്ട്, ദാരിദ്ര്യം വിട്ടുമാറാനും അങ്ങനെ നിസ്കരിച്ചിട്ടുണ്ട്. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ആവശ്യങ്ങളോ വന്നാൽ അപ്പോൾ തങ്ങൾ ഉടനെ പറയുന്നൊരു വാക്കാണ് സ്വല്ലൂ സ്വല്ലൂ ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കൂ. നിസ്കാരത്തിൽ അല്ലാഹുവിനോട് വിഷയം പറയൂ. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം തരും. സഹോദരിമാരെ, ഭർത്താവിന് എന്തെങ്കിലും അസുഖം വന്നാൽ, മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ആദ്യം പറയേണ്ടത് ആരോടാണ്? യജമാനനായ റബ്ബിനോടാണ്. കണ്ടില്ലേ നിങ്ങൾ, ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആദ്യഘട്ടത്തിൽ ഹിജ്റ പോയ മഹദിമാരിൽപ്പെട്ട മഹദിയാണ് ഉമ്മു കുൽസൂം ബിൻത് ഉഖബ. ഉമ്മു കുൽസൂം ബീവി റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾക്ക് ബോധക്ഷയം വന്നു. ബോധക്ഷയം വന്നപ്പോ നാട്ടു കുടുംബക്കാരൊക്കെ വിചാരിച്ചു മഹാനവറുകൾ മരണപ്പെട്ടു എന്ന്. ആ നിലക്കാണ് ബോധക്കേട് വന്നത്. ഉമ്മു കുൽസൂം ബീവി എന്ത് ചെയ്തു? വേഗം മുസല്ല അങ്ങ് വിരിച്ചിട്ട് ആ മുസല്ലയിലേക്ക് നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു ദുആ ചെയ്തു. ദുആ ചെയ്ത് മഹദി അങ്ങ് സലാം വീട്ടിയപ്പോഴേക്ക് കിടക്കുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന് ബോധം തെളിഞ്ഞു പോയി. എന്തേ ഇങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോ മറുപടി, അല്ലാഹുവല്ലേ പറഞ്ഞത്, വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കണം, നിസ്കാരം കൊണ്ട് സഹായം ചോദിക്കണം, ക്ഷമ കൊണ്ടും സഹായം ചോദിക്കണം. നിസ്കാരത്തിലൂടെ അല്ലാഹുവിനോട് സഹായം ചോദിച്ചാൽ പടച്ച റബ്ബ് സഹായിക്കുമോ? സഹായിക്കും. അതുകൊണ്ടല്ലേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധക്കേട് മാറ്റിയത്. കച്ചവടക്കാരെ, സമ്പത്ത് കൊണ്ട് സൂക്ഷിക്കുന്നവരെ, സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നവരെ, ഒന്നും പേടിച്ചു പോകണ്ട. യജമാനനായ റബ്ബിലേക്ക് കാര്യങ്ങളൊക്കെ സമർപ്പിക്കണം. അള്ളാഹുവിനോട് കൂടുതൽ ബന്ധം വേണം. മദീനയിൽ നിന്ന് വിവിധ നാടുകളിൽ പോയി കച്ചവട വസ്തുക്കൾ ശേഖരിച്ചു വരുന്നൊരു സ്വഹാബി ഉണ്ടായിരുന്നു. ആ സ്വഹാബിന്റെ പേര് തന്നെ അതേ അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹു എന്നാണ് വിളിക്കപ്പെടാറുള്ളത്. അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹു സ്വന്തത്തിന് വേണ്ടിയും കച്ചവട ചരക്ക് സ്വീകരിച്ച് വരാറുണ്ട്. മറ്റുള്ളവരെ കാശ് കൊണ്ടുപോയിട്ട് കച്ചവട ചരക്ക് വാങ്ങി വരാറുണ്ട്. വിവിധ നാടുകളിൽ പോയി കച്ചവടവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മഹാനാണ്. ആ മഹാൻ ഒരു ദിവസം നിറയെ കച്ചവട ചരക്കുകൊണ്ട് സമ്പത്തുകൊണ്ട് അങ്ങനെ തന്റെ വാഹനത്തിൽ അങ്ങനെ വരുമ്പോ അതാ ആയുധം പിടിച്ചുകൊണ്ടൊരു ആയുധധാരി മഹാനവറുകൾക്ക് നേരെ തിരിയുന്നു. അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിനക്കെന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് എന്താണെന്നറിയോ? നിന്നെയാണ് എനിക്ക് വേണ്ടത്. എന്റെ സമ്പത്താണോ നിനക്ക് വേണ്ടത്? സമ്പത്ത് ഏതായാലും എനിക്കുള്ളതാണ്. നിന്റെ ശരീരം എനിക്ക് വേണം. നിന്നെ കൊന്നിട്ടേ ഞാൻ പോകൂ. ആയുധധാരിയായ തസ്കരനായ മനുഷ്യൻ വാളുയർത്തിയിട്ട് പറയുന്നു, അമ്മൽ മാലു ഫലീ, സമ്പത്ത് എനിക്കുള്ളതാണ്. വലസ്തു ഉരീദു ഇല്ലാ ദമക, നിന്റെ രക്തമാണ് എനിക്ക് വേണ്ടത്. അതിനാണ് ഞാനിപ്പോ വന്നത്. കാരണം ഞാൻ നിന്റെ സമ്പത്ത് എടുത്താലും അപ്പുറത്ത് പോയി നീ ആളുകളോട് പറയൂലേ, സമ്പത്ത് അപഹരിക്കുന്ന ഒരാൾ വഴിയോരത്തുണ്ടായിരുന്നു എന്ന്, എന്നെ പിന്നെ തെരഞ്ഞു പിടിക്കൂലേ. അതുകൊണ്ട് ഒരാളോടും നീ പറയരുത്. നിന്നെ അങ്ങ് വകവരുത്തണം. സമ്പത്ത് ഏതായാലും എനിക്കുള്ളതാണ്. അപ്പൊ അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നീ ചെറിയൊരു അവസരം തരണം. എന്താ നിനക്ക് വേണ്ടത്? എനിക്കൊരു 4 റക്അത്ത് നിസ്കരിക്കണം. അപ്പൊ ഈ വാള് പിടിച്ച ആള് പറയാണ്, സ്വല്ലിമാ ബദാലക, വേണ്ട അത്രയും നിസ്കരിച്ചോ. നീ എത്ര നിസ്കരിച്ചാലും നിന്നെ വിടൂല. നിന്നെ കൊന്നിട്ട് നിന്റെ സമ്പത്ത് എടുത്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂ. അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹു വുളു എടുത്തു, 4 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരത്തിൽ അവസാനത്തെ സുജൂദിൽ അല്ലാഹുവിനെ വിളിക്കുന്നു, യാ വദൂദ് യാ ദൽ അർശിൽ മജീദ് യാ ഫഅലുൽ ലിമാ യുരീദ്. ചെറിയ വിളിയല്ലല്ലോ വിളിക്കുന്നത്, യാ വദൂദ്. അതേ തുല്യ
യോഗ്യതയില്ലാത്ത വിധം, അതേ നിർവചിക്കാൻ കഴിയാത്ത വിധം സൃഷ്ടികൾക്ക് വലിയ സമാധാനവും സ്നേഹവും ചൊരിയുന്ന യജമാനനായ റബ്ബേ യാദൽ അർശിൽ മജീദ്, സാധാരണ ഒരാൾക്കും പടുത്തുയർത്താൻ കഴിയാത്ത അത്രയും പ്രവിശാലമായ അർശിന്റെ അധിപനായ അല്ലാഹുവേ, യാ ഫഅലുൽ ലിമാ യുരീദ്, ആര് വേണ്ടെന്ന് വെച്ചാലും ആര് തടയാൻ ഉദ്ദേശിച്ചാലും ഉദ്ദേശം പോലെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കാൻ കഴിവുള്ള യജമാനനായ അല്ലാഹ്. ചെറിയ ഇസ്മുകളല്ല ഈ വിളിച്ചത്. അവസാനത്തെ റക്അത്തിലെ സുജൂദിൽ അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹു അല്ലാഹനെ വിളിക്കുന്നു. എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു, അസ്അലുക ബിഇസ്സതിക ലാ യുറാം വമുൽകിക ലാ യുളാം വബിനൂരിക മലഅ അർകാന അർശിക് അൻ തക്ഫിയനി ശർറ ഹാദൽ ലിസ്വി യാ മുഗീസു അഗ്സിനി. 3 പ്രാവശ്യം ഈ ദുആ ചെയ്തു. അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകളെ വിളിച്ചുകൊണ്ട് 3 തവണ ദുആ ചെയ്ത ശേഷം മഹാനവർകൾ അത്തഹിയ്യാത്തിലേക്ക് ഇരുന്ന് സലാം വീട്ടി കഴിഞ്ഞപ്പോ അതാ അപ്പുറത്തൊരു കുതിരപ്പടയാളി വന്നു നിൽക്കുന്നു. നല്ലൊരു കുതിരപ്പുറത്തൊരാള് ഒരു നല്ല വാളും പിടിച്ച് ഊക്കിലിങ്ങനെ വരുന്നു. അപ്പൊ നേരത്തെ അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹുവിനെ വകവരുത്താൻ വേണ്ടി വന്ന മനുഷ്യൻ ഈ കുതിരപ്പടയാളിക്ക് നേരെ ആദ്യം അയാളെ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹുവിനെ വെട്ടാമെന്ന് കരുതിയിട്ട് കുതിരപ്പടയാളിക്ക് നേരെ തിരിഞ്ഞു പോകും. കുതിരപ്പടയാളി തന്റെ വാളൊന്ന് പൊക്കിയിട്ട് ഒരു ചുവറ്റല് കൊടുത്തു. കള്ളന്റെ തലൊരു ഭാഗത്തേക്ക് തെറിഞ്ഞ് കള്ളൻ തെറിച്ചുപോയി. ആ ആയുധവും പിടിച്ച് കുതിരപ്പടയാളി നേരെ അബൂ മുഅല്ലഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് വന്നപ്പോ ചോദിച്ചു, മൻ അന്ത, നിങ്ങൾ ആരാണ്? നിങ്ങൾ എനിക്ക് പരിചയമില്ലല്ലോ. ഫഖദ് അഗാസനില്ലാഹു തആല ബിക്കൽ യൗം, ഇന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ട് അല്ലാഹു എനിക്ക് വലിയ സഹായമാണല്ലോ ചെയ്തത്. നിങ്ങൾ ആരാണ്? അദ്ദേഹം പറഞ്ഞു, അന മലക്കും മിൻ അഹ്ലിസ് സമാഇർ റാബിഅ, 4ാം ആകാശത്തുള്ള മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു മലക്കാണ് ഞാൻ. 1ാം ആകാശത്തിലല്ല, 4ാം ആകാശത്തിലാണ്. ഓരോ ആകാശങ്ങളിലും മലക്കുകളുണ്ട്. അതിൽ 4ാം ആകാശത്തിലെ മലക്കുകളിൽ പെട്ട ഒരാളാണ് ഞാന്. അള്ളാഹുവിനോട് നിങ്ങൾ ആദ്യം ഒരു വിളിച്ചു ദുആയിരുന്നില്ലേ? യാ വദൂദു എന്ന് പറഞ്ഞ് ആദ്യം ഒരു ദുആ ചെയ്തില്ലേ? 1ാമത്തെ ദുആ നിങ്ങൾ ചെയ്തപ്പോ ഫസമിഅതു ലി അബ്വാബിസ് സമാഇ ഖഅഖഅ, ആകാശത്തിന്റെ കവാടങ്ങൾക്കൊക്കെ ഒരു വറവറയുണ്ടായി. വല്ലാത്തൊരു പ്രകമ്പന അവസ്ഥ. മുഅ്മിനീങ്ങളെ വിളിക്കുന്നത് യജമാനനായ റബ്ബിനെയാണ്. നമ്മൾ വിശ്വസിക്കുന്ന, ഏകനായി വിശ്വസിക്കുന്ന, അവന് വേണ്ടി സുജൂദ് ചെയ്യുന്ന, അവന് വേണ്ടി ദിക്ർ ചൊല്ലുന്ന, അവന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന, അവന് വേണ്ടി ഇബാദത്ത് നിർവഹിക്കുന്ന വേറൊരാൾക്കും നമ്മൾ ഇബാദത്ത് നിർവഹിക്കാറില്ലല്ലോ. യജമാനനായ റബ്ബിനെയാണ് വിളിക്കുന്നത്, വേറെ ആരെയുമല്ലല്ലോ വിളിക്കുന്നത്. നമ്മുടെ ഖൽബ് കൊണ്ടും ശരീരവും കൊണ്ടും ഏറ്റവും ബന്ധമുള്ള യജമാനനായ റബ്ബ്, ആ റബ്ബിനെ, ഉടമസ്ഥനായ റബ്ബിനെ അടിമ വിളിക്കുമ്പോ ആ വിളി കേട്ടിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടിയായ ആകാശം, ആകാശലോകത്തെ കവാടങ്ങൾക്കൊരു പ്രകമ്പനം. അതേ, 1ാമത്തെ നിങ്ങളെ ദുആ കേട്ടിട്ട് ആകാശത്തിന്റെ കവാടങ്ങൾക്കൊക്കെ ഒരു പ്രകമ്പനം ഉണ്ടായി. സുമ്മദഉത ബിദുആഇക സാനി, 2ാമതും നിങ്ങൾ ദുആ ആവർത്തിച്ചപ്പോ ഫസമിഅതു ലി അഹ്ലിസ് സമാഇ ലജീജാ, ആകാശവാസികളൊക്കെ കരയുന്നൊരു കരച്ചില് ഞാനങ്ങ് കേട്ടുപോയി. ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവനും നിങ്ങളെ ദുആ അങ്ങ് കേട്ടപ്പോ, സാധാരണ ഒരു ദുആ അല്ല സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കൊക്കെ ദുആർക്കാൻ പറ്റിയ ദുആയാണ്, പഠിക്കാൻ എളുപ്പമുള്ള ദുആയാണ്. യാ വദൂദു യാ ദൽ അർശിൽ മജീദ് യാ ഫഅലുൽ ലിമാ യുരീദ് അസ്അലുക ബിഇസ്സതിക അല്ലതി ലാ യുറാം വബിമുൽകിക അല്ലതി ലാ യുളാം വബികുർസിയിക അല്ലതി മലഅ അർകാന അർശിക് അൻ തക്ഫിയനി ഹാദൽ അംറ യാ മുഗീസു അഗ്സിനി യാ മുഗീസു അഗ്സിനി യാ മുഗീസു അഗ്സിനി. കച്ചവടക്കാരൻ സമ്പത്തും തന്റെ ചരക്കും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സുജൂദിൽ നെറ്റിവെച്ചുകൊണ്ട് തന്റെ ശരീരം മുഴുവനും സമർപ്പിച്ച് യജമാനനായ റബ്ബിനെ വിളിച്ചപ്പോ കുതിരപ്പടയാളിയായി വന്നു നിൽക്കുന്ന മലക്ക് പറയുന്നു, 3ാമത്തെ നിങ്ങളുടെ ദുആ കേട്ടപ്പോ ആകാശ ലോകത്തുനിന്നൊരു വിളിയാളമുണ്ടായി. ദുആഉം മക്റൂബ്, വിഷമം അനുഭവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. ആരുണ്ട് സഹായിക്കാൻ പോകാൻ? ഫസഅൽതുല്ലാഹ അസ്സ വജല്ല അൻ യുവല്ലിയനി, ഞാൻ
ഞാൻ അള്ളാഹിനോട് ചോദിച്ചു, പടച്ചോനെ എന്നെ നീ വിട്ടേക്കുമോ? ഞാൻ ആ മനുഷ്യനെ ഒന്ന് സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ. അള്ളാഹു എനിക്ക് അനുവാദം തന്നു. ഞാൻ അങ്ങനെ ഇറങ്ങി വന്നതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅലം അന്നഹു മൻ തവല്ലഅ, ഏതെങ്കിലും ഒരാൾ വുളു എടുത്തിട്ട്, നന്നായി നീ മനസ്സിലാക്കിക്കോ, ഏതെങ്കിലും ഒരാൾ വുളു എടുത്തിട്ട് വസല്ലാ അർബഅ റകഅത്തിൻ, 4 റകഅത്ത് നിസ്കരിക്കുന്നു, ആ നിസ്കാരത്തിൽ സുജൂദിൽ ഈ ദുആ അങ്ങ് നടത്തിയാൽ ഉസ്തുജീബ ലഹു, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്. മക്റൂബൻ കാന അം ഗൈറ മക്റൂബ്, പ്രതിസന്ധിയുള്ള ആളാകട്ടെ ഇല്ലാത്ത ആളാകട്ടെ, അവനവന്റെ കാര്യത്തിന് വേണ്ടിയാകട്ടെ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയാകട്ടെ, 4 റകഅത്ത് നിസ്കരിച്ചിട്ട് നിസ്കാരത്തിൽ സുജൂദിൽ ഈ ദുആ അങ്ങ് നടത്തിയാൽ ഉത്തരം കിട്ടുമെന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. അംബിയാഇന്റെ മുഴുവൻ സ്വഭാവവും പ്രതിസന്ധികൾ വരുമ്പോൾ നിസ്കരിക്കലല്ലേ. ഹാജർ ബീവി റളിയല്ലാഹു അൻഹയെ സമ്മാനമായി കിട്ടാൻ കാരണമായ സാറ ബീവി റളിയല്ലാഹു അൻഹയെ ധിക്കാരിയായ രാജാവ് പിടിച്ചുകൊണ്ടുപോയപ്പോ സാറ ബീവിയുടെ ശരീരം തൊടാതെ, സാറ ബീവിയുടെ ചൊറുക്ക് കണ്ട് അത്ഭുതപ്പെട്ട രാജാവ് 2-3 തവണ ശ്രവിച്ചിട്ടും ആ ശരീരത്തിലേക്കൊന്ന് തൊട്ടു നോക്കാൻ പോലും കഴിയാതിരുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സാറ ബീവി പോയ ഉടനെ വാഹനത്തിന്റെ അപ്പുറത്ത് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു ദുആ ചെയ്തിട്ട്, അള്ളാഹുവേ എന്റെ ഭാര്യയെയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്, നിന്നെ കണ്ടാണ് റബ്ബേ പറഞ്ഞയച്ചത്, എനിക്ക് നീ സന്തോഷം നൽകണേ അല്ലാ, എന്റെ ഭാര്യയെ തൊടാൻ ധിക്കാരിയായ രാജാവിന് പെർമിറ്റ് നൽകല്ലേ അല്ലാ. 3 തവണ ശുദ്ധികലശം നടത്തിയിട്ടും ശരീരത്തിന് നല്ല ഊർജിതമായ അവസ്ഥ ഉണ്ടാക്കിയെടുത്തിട്ടും ഒരൊറ്റ തവണ പോലും സുന്ദരിയായ സാറ ബീവി റളിയല്ലാഹു അൻഹയെ ഒന്ന് തൊടാൻ കഴിയാതെ, ഒന്ന് സ്പർശിക്കാൻ കഴിയാതെ നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് മനുഷ്യ വിഭാഗത്തിൽപ്പെട്ടൊരു പെണ്ണേ അല്ല, കൊണ്ടുപോകൂ അതിനെ സമ്മാനമായി. ഹാജർ ബീവിയെ സമ്മാനം കൊടുക്കൂ. നിസ്കരിച്ചപ്പോ സാറ ബീവിക്കുള്ള കാവല് മാത്രമല്ല കിട്ടിയത്, പ്രസന്റേഷനായി ഹാജർ ബീവിയെയും കിട്ടിയില്ലേ. മുഅ്മിനീങ്ങളെ, ഒരു നബിയല്ല, എല്ലാ നബിമാരുടെയും ചരിത്രത്തിൽ ഇതേ രൂപത്തിലുള്ള സംഭവങ്ങൾ കാണാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിലുണ്ട്. അതേ ഖാറൂൻ മുതലാളി മൂസാ നബി അലൈഹിസ്സലാമിനെ വഞ്ചനയിൽ വീഴ്ത്താൻ വേണ്ടി 18കാരിയായ പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ വ്യഭിചാരോപണം ഉന്നയിച്ചപ്പോ 2 റകഅത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അള്ളാഹുവിന്റെ മറുപടി വന്നില്ലേ. വിവരസ്ഥനായ ഖാറൂന്, നിങ്ങളെ ഈ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ അപമാനിതനാക്കിയെങ്കിൽ ഭൂമിയോട് പറയൂ മൂസാ നബിയെ, നിങ്ങൾ പറയുന്നത് ഭൂമി അങ്ങ് ചെയ്തുകൊള്ളും. ഭൂമിയോട് മൂസാ നബി നിസ്കാര ശേഷം പറഞ്ഞതെന്താണ്? യാ അർളു ഖുദീഹിം, പിടിക്കൂ ഭൂമി. ഖാറൂനും ഖാറൂന്റെ കൂടെ നിൽക്കുന്നവരും ഭൂമിന്റെ അടിയിലേക്ക് ഭൂമി വലിച്ചു പോയില്ലേ? ഇന്നും അവൻ താന്നുകൊണ്ടിരിക്കുകയല്ലേ? 2 റകഅത്ത് നിസ്കരിച്ച് യജമാനനായ റബ്ബിനോട് വിഷയമങ്ങ് പറയുമ്പോ അള്ളാഹു പരിഹാരം തരാത്തതുണ്ടോ? നിസ്കാരം പോലെ യജമാനനായ റബ്ബിലേക്ക് അടിമയായ മനുഷ്യൻ അടുക്കുന്ന അമല് വേറെ ഏതും ഇല്ല. ആ നിസ്കാരം നല്ല ഭദ്രശ്രദ്ധയോടെ, നല്ല സൂക്ഷ്മതയോടെ നിർവഹിക്കണം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ മറ്റു കാര്യങ്ങളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, നിസ്കാരം ഉപേക്ഷിക്കരുത്. ഏത് സംഗതി വന്നാലും നമ്മുടെ ശരീരത്തിന് ഏറ്റവും വലിയൊരു ബന്ധം അത് നിസ്കാരത്തോടാവണം. അത് ഏത് യാത്രയാണെങ്കിലും ശരി, ഏത് സൽക്കാരമാണെങ്കിലും ശരി, ഏത് കല്യാണമാണെങ്കിലും ശരി, ഏത് രോഗമാണെങ്കിലും ശരി, നിസ്കാരം ഒഴിവാക്കിയിട്ട്, നിസ്കാരം മാറ്റി നിർത്തിയിട്ട് ഒരു സംഗതി ജീവിതത്തിൽ വേണ്ട. സഹോദരങ്ങളെ, നിസ്കാരം മുഖ്യമായ വിഷയമായി കാണണം.
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ. നിസ്കാരം നല്ല സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കണം. ഏത് ജോലി നിങ്ങൾക്ക് കിട്ടിയാലും, ഏത് സ്റ്റാറ്റസിലേക്ക് നിങ്ങൾ ഉയർന്നാലും, എത്ര തലത്തിലേക്ക് നിങ്ങൾ വലുതായാലും നിസ്കാരം വിട്ടിട്ടുള്ള ഒരു സ്വഭാവം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. ഏത് പൊസിഷനിൽ എത്തി നിൽക്കുന്ന ആളാണെങ്കിലും ശരി, നിസ്കാരം അവന് മുഖ്യമാകണം. അവനെ യഥാർത്ഥ മുസ്ലിമായി പരിഗണിക്കാൻ കഴിയൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, മൻ ഹാഫള അലൈഹാ, എന്നും പതിവായി കൃത്യമായി നിസ്കരിക്കുന്ന മനുഷ്യൻ, കാനത്ത് ലഹു നൂറൻ, നിസ്കാരം അവന് വലിയ പ്രകാശമാണ്, വനജാതൻ അവന് രക്ഷയാണ്, വബുർഹാനൻ അവന് പ്രമാണമാണ്, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു നൂറ് വേണ്ടേ, ഖിയാമത്ത് നാളിൽ ഒരു പ്രമാണം വേണ്ടേ, ഖിയാമത്ത് നാളിൽ ഒരു രക്ഷ വേണ്ടേ? അതിന് നിസ്കാരം കൃത്യമായും നിത്യമായും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ജീവിതത്തിൽ ഒരിക്കലും അത് നഷ്ടപ്പെടുന്ന ഒരു രൂപം അറിഞ്ഞുകൊണ്ട് ഉണ്ടായിക്കൂടാ. നമ്മുടെ കഴിവിന് അതീതമായ രൂപത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ യജമാനനായ റബ്ബ് ഒരു പക്ഷേ വിട്ടുവീഴ്ച തന്നേക്കും. അതുകൊണ്ടാണല്ലോ ഉറങ്ങിപ്പോയി, അനിയന്ത്രിതമായ ഉറക്കം, മറന്നുപോയി, നമ്മുടെ കഴിവിന് അതീതമാണല്ലോ. നിസ്കരിച്ച് വീട്ടിയാൽ അല്ലാഹു തആല അതിന്റെ പേരിൽ ശിക്ഷിക്കൂല. അതേ സമയത്ത് സാധാരണ പറയുന്ന ചില കാരണങ്ങൾക്ക് വേണ്ടി നിസ്കാരം ഒഴിവാക്കിക്കൂടാ. നിസ്കാരം നല്ലോണം ശ്രദ്ധിക്കണം. നിസ്കാരം വേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ലം യകുൽ ലഹു നൂറുൻ, അവന് പ്രകാശമുണ്ടാകൂല, വലാ ബുർഹാനുൻ, അവന് പ്രമാണമുണ്ടാകൂല, വലാ നജാത്തുൻ, അവന് രക്ഷയുണ്ടാകൂല. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുശിറ യൗമൽ ഖിയാമത്തി മഅ ഫിർഔന വഖാറൂന വഹാമാന വഉബയ്യ് ഇബ്നു ഖലഫിൻ, ഖിയാമത്ത് നാളിൽ അവനെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അംബിയാഇന്റെ സ്റ്റേജിലല്ല, ഔലിയാഇന്റെ കൂട്ടത്തിലല്ല, ശുഹദാഇന്റെ കൂടെയല്ല, സ്വാലിഹീങ്ങളെ കൂടെയല്ല. വേണ്ട പോലെ നിസ്കരിക്കാത്തവനെ ഫിർഔനിന്റെ കൂടെ, ഹാമാനിന്റെ കൂടെ, ഖാറൂനിന്റെ കൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈകൊണ്ട് വെട്ട് കിട്ടിയിട്ട് മരണപ്പെട്ടു പോയ ഏക ശത്രുയില്ലേ, ഉബയ്യ് ഇബ്നു ഖലഫ്, അവന്റെ കൂടെയാ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഹതഭാഗ്യരുടെ കൂടെ ഒരുമിച്ച് കൂടേണ്ടവരല്ല നമ്മൾ, മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് കൂടണം. ലികുല്ലി ഷൈഇൻ ആഫത്തുൻ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ആപത്തുണ്ട്. വആഫത്തുദ്ദീനി തർക്കുസ്സലാ, ദീനിന്റെ ആപത്ത് നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഉപ്പമാര് ശ്രദ്ധിക്കണം, നിസ്കാരം ഉപേക്ഷിക്കുന്ന രൂപത്തിൽ ഒരു ട്യൂഷൻ വേണ്ട. അങ്ങനെയുള്ള ഒരു ട്യൂഷനിലും കുട്ടികൾ ജയിക്കാതിരിക്കല നല്ലത്. നിസ്കാരം ഉപേക്ഷിക്കുന്ന രൂപത്തിൽ ഒരു ഡിഗ്രിയും, ഡിഗ്രിന്റെ മേലെ ഡിഗ്രി ഒന്നും വേണ്ട. നിസ്കാരം ഉപേക്ഷിക്കുന്ന രൂപത്തിൽ എത്ര ലക്ഷം കിട്ടുന്ന തൊഴിലാണെങ്കിലും തൊഴിൽ വേണ്ട. ദീനിന് ഏറ്റവും വലിയ അപകടം അതാണ്. ഓരോന്നിനും ഓരോ ആഫത്തുണ്ട്. ആഫത്തുദ്ദീനി തർക്കുസ്സലാ, ആ ഹദീസിന്റെ അവസാനം കാണാം, ദീനിന്റെ ആപത്ത് തർക്കുസ്സലാ, നിസ്കാരം ഉപേക്ഷിക്കലാണ്. അതിനേക്കാളും വലിയ അപകടം വേറൊന്നുമില്ല. അത് കരുതലോടെ കാണണം. കുട്ടികൾ അങ്ങോട്ട് പോയി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇശാകുന്ന നേരത്താണ് ഓരോ മക്കൾ പുസ്തകവും പിടിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. ദുഹറില്ല, അസ്റില്ല, മഗ്രിബില്ല, എന്നും തറാവീഹാണ് ആ വീട്ടില്. എന്താ അതുകൊണ്ട് കാര്യമുള്ളത്? എന്താ നിങ്ങളെ മക്കൾ അങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമുള്ളത്? ആരാ അങ്ങനെ പഠിപ്പിക്കാൻ അങ്ങോട്ട് പറഞ്ഞു? ഇസ്ലാം പറഞ്ഞോ? ഇസ്ലാം പറഞ്ഞോ അങ്ങനെ പഠിപ്പിക്കാൻ? ശരീഅത്ത് പറഞ്ഞോ? ഉസ്താദെ, അതൊക്കെ പഠനകാലം 2 കൊല്ലല്ലേ, പിന്നെ അത് ശരിയാകൂലേ? ഒരൊറ്റ ദിവസം മാറി പരിഹരിക്കും, ഒരൊറ്റ ദിവസം മാറി പരിഹരിക്കും. പിന്നല്ലേ കൊല്ലക്കണക്കിനുള്ളത്? പഠിച്ചോന്റെ ഉത്തരം പറയാൻ കഴിയോ? ഒരു ദിവസത്തിന് ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയോ? പിന്നല്ലേ 2 കൊല്ലം 3 കൊല്ലം നിൽക്കട്ടെ? അങ്ങനെ ചില ആൾക്കാരെ മറുപടി, അത് പഠനകാലല്ലേ, 2 കൊല്ലല്ലേ, 3 കൊല്ലല്ലേ, പിന്നെയോ? പിന്നൊക്കെ നന്നായിക്കോളും. അങ്ങനെ കരുതാൻ പാടില്ല, അങ്ങനെ കരുതാൻ മാർഗല്ല. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം സൂക്ഷിക്കണം. കരുതലോടെ കൊണ്ടു നടക്കേണ്ട, ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാതെ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ യജമാനനായ റബ്ബുമായി ബന്ധമുള്ള അമലാണ് നിസ്കാരം. അത് നല്ല കരുതലോടെ ശ്രദ്ധയോടെ സൂക്ഷിച്ച് ജീവിതത്തിൽ അവസാന സമയം വരെ ഒരൊറ്റ നിസ്കാരവും ഖളാ ആകാതെ, ഒരൊറ്റ നിസ്കാരവും പരടിയിൽ ബാധ്യതയാകാതെ സൂക്ഷ്മതയോടെ കൊണ്ടു നടക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിസ്കാരവുമായി വലിയ ബന്ധം അല്ലാഹുവിനോട് സ്ഥാപിക്കാൻ, നിസ്കാരത്തിൽ വലിയ ഖുശൂഉം തഖ്വയും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വർദ്ധിപ്പിക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് മുന്നോട്ടിരുന്നാൽ, എഴുന്നേറ്റ് വരണം, മുന്നോട്ടിരുന്നാൽ മതി. ഒന്ന് ആമീൻ കേൾക്കാനാണ്. ലാസ്റ്റ് ദുആ, ചെറിയൊരു ദുആ, നീണ്ട ദുആ അല്ല കേട്ടോ, ചെറിയൊരു ദുആ. നീണ്ട ദുആക്ക് തങ്ങന്മാര് നടത്തും. തങ്ങന്മാരുണ്ട് ദ്വാരക്കാൻ? തങ്ങൾ പാപ്പ ദ്വാരക്കും. ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പയെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നേരത്തെ അവിടെ മർക്കസിലല്ലേ, മാതില്ല, ട്രെയിന് വൈകി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തങ്ങൾ പാപ്പ എത്തിയത്. അതുപോലെ തന്നെ ഈശ്വരമംഗലത്തൊരു പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ആ പരിപാടിയിൽ സംബന്ധിച്ച് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചെത്തുമ്പോഴേക്ക് 2 മണി അല്ലേ, 2 മണിയൊക്കെ ആകും.
അപ്പോൾ നിങ്ങളൊക്കെ നിൽക്കുകയാണെങ്കിൽ വരാൻ തങ്ങൾ പാപ്പ പറഞ്ഞു, നമുക്ക് വേണ്ടി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ആളുകളെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതിയിട്ട് പിന്നൊരിക്കൽ വരാമെന്നും പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടിയാണ് ഇന്ന് രാവിലെ മുതലേ 1, 2, 3 പരിപാടികളിലൊക്കെ സംബന്ധിച്ച് നേരത്തെ ഫോണിൽ വിളിച്ചു പറഞ്ഞതാണ്, കുറച്ചുകൂടി ദീർഘിച്ച് പ്രസംഗിച്ചോളൂ, ഞാൻ അങ്ങോട്ട് എത്താനൊക്കെ പ്രതീക്ഷയോടെ പറഞ്ഞതാണ്. പക്ഷേ ട്രെയിന് പിന്നെയും വേകുമ്പോൾ ആ പരിപാടിയിലും കഴിഞ്ഞ് അങ്ങോട്ട് ഓടി, പരിപാടിയും കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഓടി എത്തുമ്പോഴേക്കിന് സമയം വീണ്ടും നീണ്ടുപോകുമെന്ന് കരുതിയിട്ട് എന്താ തങ്ങൾ പാപ്പ നമ്മളോട് ഇൻഷാ അല്ലാഹ് പിന്നൊരിക്കൽ സംബന്ധിക്കാന്ന് പറഞ്ഞു. തങ്ങൾ പാപ്പ വരാത്തതിൽ നമുക്ക് വിഷമമുണ്ടാകരുത്, അവർ ആഫിയത്തിന് വേണ്ടി നമ്മൾ ദ്വാരക്കണം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് പദ്ധതികളും കാര്യങ്ങളുമായി ദീനി ഖിദ്മത്ത് മാദിൻ അക്കാദമി എന്ന് പറയുന്ന വലിയ ഒരു സ്ഥാപന സമുച്ചയം പലരും അവിടെ സംബന്ധിച്ചിട്ടുണ്ടാകും. നാളെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാൽ മാദിന്റെ വലിയ ഗ്രാൻഡ് മസ്ജിദ് ഒന്ന് പുതുക്കി വലിയ സൗകര്യങ്ങളോടുകൂടെ അതിന്റെ ഒരു ഉദ്ഘാടനം കൂടി നിർവഹിക്കപ്പെടാൻ പോകുകയാണ്. അതിന്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ഉള്ളതിനോട് കൂടെയാണ് നമ്മൾ ഈ പരിപാടിക്കൊക്കെ എത്താൻ വേണ്ടി ഇവിടെയുള്ള ആളുകളോട് ബന്ധപ്പെട്ടവരോടൊക്കെ വാക്ക് കൊടുത്ത് നേരത്തെ. പക്ഷേ പിന്നെയും പരിപാടികൾ ഇങ്ങനെ വന്നപ്പോൾ കുറച്ച് വൈകിയതാണ്. ആ പരിപാടികളും കാര്യങ്ങളൊക്കെ അല്ലാഹു തആല വിജയമാക്കി കൊടുക്കട്ടെ. അവർക്കും നമ്മുടെ ഉസ്താദുമാർ സാദാത്തുക്കൾക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ.